കാൽപാദങ്ങളിൽ എത്തിക്കും. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആഹ് ആഹ് ഈ ഒരു ക്ലാസ് നല്ല എഫക്റ്റീവ് ആകാനും മറ്റുള്ളവരിലേക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാവരും ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആകണം എന്നുള്ള ഉം, പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടായിരിക്കണം. കാരണം ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ ഗുരുപരമ്പരയുടെ ആവശ്യമാണ്. നമ്മളെല്ലാവരും ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഇപ്പൊ പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ അത് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ പ്രീച്ചിങ് മീൻസ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതിന് പ്രാധാന്യം നമ്മൾ എല്ലാവരും കൊടുക്കണം എന്നുള്ള ഒരു ആഹ്, ഒരു മെസ്സേജ് കൂടെ തരാനാണ് ഈ ഒരു ക്ലാസ്. കൂടാതെ ഈ വരുന്ന മാർച്ച് 29-ാം തീയതി നമ്മുടെ ഗുരുമഹാരാജായിട്ടുള്ള ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി ഗുരുമഹാരാജിന്റെ വ്യാസപൂജയാണ്. അപ്പോൾ ഗുരുമഹാരാജിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവ അദ്ദേഹത്തിന്റെ ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് സമർപ്പിക്കുക എന്നുള്ളത്. കാരണം ഗുരുമഹാരാജിന് തന്റെ ഗുരുവായിട്ടുള്ള നമ്മുടെ ശ്രീല പ്രഭുപാദർ കൊടുത്ത ഒരു നിർദ്ദേശമാണ് എല്ലാ മാസവും 10,000 മഹാബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. മഹാബുക്സ് എന്ന് പറയുമ്പോൾ അതിൽ ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃതം എല്ലാം വരുന്നുണ്ട്. അപ്പൊ ആ മഹാബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഓരോ മാസവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം. അപ്പോൾ നമ്മൾ ശിഷ്യന്മാര് ജയപതാക സ്വാമി മഹാരാജിന്റെ ശിഷ്യന്മാരായിട്ടുള്ള നമ്മളുടെയും കടമയാണ് ഈ മഹാബുക്സ് ശ്രീമദ് ഭാഗവതം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്നത്. കൂടാതെ ഈ ഒരു ക്ലാസ് എനിക്ക് എടുക്കാനായിട്ട് പ്രചോദനം തന്നത് ജസ്റ്റ് 2 മാസം മുമ്പ് ജാനുവരിയിൽ നമുക്കൊരു ഇസ്കോൺ ട്രിവാൻഡ്രം ബ്രഹ്മോത്സവം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവരും കണ്ണൂരിലുള്ള ഡിവോട്ടീസ് കുറെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഹർ ഘർ ഭാഗവതത്തിന്റെ പ്രൊമോട്ട് ചെയ്യാൻ ഹർ ഗ്രേസ് ഉജ്ജ്വല മാതാജി ആയിരുന്നു അവിടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ മാതാജിയിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടിയതാണ്. അങ്ങനെയാണ് ഈ ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇത്ര ഒരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു ബുക്ക് പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുക, മറ്റുള്ളവരിൽ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് നാമം ജപിപ്പിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ അത് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം നമ്മളുടെ എല്ലാവരുടെയും ഉള്ളില് അനർത്ഥങ്ങളുണ്ട്, അല്ലെ? കാമക്രോധ മോഹലോഭ മതമാത്സര്യങ്ങളെല്ലാം മുടങ്ങിയവരാണ് നമ്മൾ. ആരും ശുദ്ധ ഭക്തരല്ല. അപ്പൊ നമ്മൾ എത്ര ക്ലാസ് എടുത്താലും മറ്റുള്ളവരിൽ എത്രമാത്രം എത്താനാണ്. ഒരു ശുദ്ധ ഭക്തന്റെ സാമീപ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആ ശുദ്ധ ഭക്തിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ആ പ്രേമഭക്തിയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ശുദ്ധ ഭക്തന്റെ സാന്നിധ്യം വേണം. ആ ശുദ്ധ ഭക്തന്റെ സാന്നിധ്യം എവിടുന്നാണ് കിട്ടുക? ശ്രീല പ്രഭുപാദയുടെ ബുക്സിലൂടെ, അല്ലെ? ശ്രീല പ്രഭുപാദ എന്ന ശുദ്ധ ഭക്തൻ രചിച്ച ആ ബുക്സ് എല്ലാവരുടെയും കയ്യിലും ബുക്സ് ഉണ്ടായിരിക്കണം, പ്രഭുപാദയുടെ ബുക്സ്. പക്ഷെ പ്രഭുപാദയുടെ ബുക്സ് ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഭഗവത്ഗീത ഉണ്ടല്ലോ, കൃഷ്ണ ബുക്ക് ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഭഗവത്ഗീതയില് 5% കൃഷ്ണ ഉപദേശമാണ്. യാരേദേക്കോ താരേക്കാഹോ കൃഷ്ണ ഉപദേശ്, ഇതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. അതിൽ 5%ആണ് ഭഗവത്ഗീതയിൽ, 700 ശ്ലോകങ്ങളാണ്. എന്നാൽ 95% കൃഷ്ണ ഉപദേശം എവിടെയാണുള്ളത്? ശ്രീമദ് ഭാഗവതത്തിലാണ് ഉള്ളത്. അപ്പൊ ആ ഭാഗവതം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അധികം സ്ട്രെസ് ചെയ്യണില്ല. പ്രഭുപാദരുള്ള സമയത്ത് അന്ന് ഫുൾ സെറ്റ് ഭാഗവതം ഉണ്ടായിരുന്നില്ല. അന്ന് ഭഗവത്ഗീതയാണ് ആദ്യം വന്നത്. അങ്ങനെ എത്ര ത്യാഗമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ത്യജിച്ചത്, ത്യാഗം അനുഭവിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയൊന്നുമില്ല. നമുക്കിപ്പോൾ ഫുൾ സെറ്റ് ഭാഗവതം ഉണ്ട്, എല്ലാ ലാംഗ്വേജിലും ഫുൾ സെറ്റ് ഭാഗവതം ഉണ്ട്. നമുക്കിപ്പം പേയ്മെന്റിനാണെങ്കിൽ നമുക്ക് UPI പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഡെലിവറി ചെയ്യാനായിട്ടാണ് നമുക്കെല്ലാം പല പല ഡെലിവറി സർവീസുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ശ്രീമദ് ഭാഗവത ഡിസ്ട്രിബ്യൂഷന് പിന്നോട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു ക്ലാസ്. എന്താണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറയുന്നുണ്ട്. കൂടാതെ ഭാഗവത ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ പ്രാധാന്യം, നമ്മളെ ഗുരുപരമ്പര എത്ര പ്രാധാന്യം അർപ്പിച്ചു എന്നുള്ളതും, എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് ഗുരുവിനോടുള്ള പ്രാർത്ഥന അർപ്പിച്ച് ക്ലാസ്സിലേക്ക് കടക്കാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ.
നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേതി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ കൃഷ്ണ. സ്ലൈഡ് കാണുന്നുണ്ടോ പ്രഭു? കാണാം മതി, കാണാം. ഹരേ. അപ്പൊ ആദ്യം നമ്മൾ ഭാഗവതം ഡിസ്ട്രിബ്യൂഷനിൽ കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഭാഗവതത്തിന്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടും. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യമാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് സ്ട്രെസ് ചെയ്താൽ നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ പ്രീച്ച് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ഭാഗവതം വാങ്ങിപ്പിക്കണമെങ്കിൽ ആധികാരികമായിട്ടുള്ള ഓരോ ശ്ലോകങ്ങൾ കോട്ട് ചെയ്ത് അവരെ നമ്മൾ പ്രീച്ച് ചെയ്യണം. അപ്പൊ അത് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗവത മഹാത്മ്യത്തിൽ. ആദ്യം തന്നെ നമ്മൾ പത്മപുരാണത്തിലെ ഈ ശ്ലോകത്തിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പൊ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്. പത്മപുരാണത്തിലെ ഈ ശ്ലോകമാണ് പാദോ യദീയോ പ്രഥമ ദ്വിതീയോ തൃതീയ തുര്യോ കഥിതോ യദൂരു. അപ്പൊ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ കാൽപാദം. ഭാഗവതത്തിൽ നമുക്കറിയാം 12 സ്കന്ധമുണ്ട്. അതില് ഭഗവാന്റെ കാൽപാദങ്ങൾ 1ഉം 2ഉം സ്കന്ധമാണ്. പിന്നെ ഭഗവാന്റെ തുടകൾ 4ഉം 5ഉം 3ഉം 4ഉം സ്കന്ധങ്ങൾ ഭഗവാന്റെ തുടകളാണ്. നാഭി, ഭഗവാന്റെ നാഭി എന്താണ്? നാഭി തഥാ പഞ്ചമ ഏവ ശാസ്ത്രോ, ഭഗവാന്റെ 5ാമത്തെ സ്കന്ധമാണ് ഭഗവാന്റെ നാഭി. പിന്നെ ഭഗവാന്റെ വക്ഷസാണ് 6ാമത്തെ സ്കന്ധം. 7ഉം 8ഉം ഭഗവാന്റെ തൃക്കൈകളും. 7ഉം 8ഉം തൃക്കൈകൾ. 9 ഭഗവാന്റെ കണ്ഠമാണ്. 10 എന്ന് പറയുന്നത് ഭഗവാന്റെ 10ാമത്തെ സ്കന്ധത്തിലാണ് ഭഗവാന്റെ എല്ലാ ലീലകളും വരുന്നത് അല്ലെ. ഭഗവാൻ ദേവകി വസുദേവർക്ക് പുത്രനായി വരുന്നതും ഒരുപാട് അസുരന്മാരെ നിഗ്രഹിക്കുന്ന എല്ലാ ലീലകളും വരുന്നത് അത് ഭഗവാന്റെ തിരുമുഖമാണ്. ആ മനോഹരമായിട്ടുള്ള തിരുമുഖം 10ാമത്തെ സ്കന്ധം. 11ാമത്തെ സ്കന്ധം ഭഗവാന്റെ തിരുനെറ്റിയാണ്, ലലാട പട്ടം. പിന്നെ ശിരസാണ് 12ാമത്തെ സ്കന്ധം. തം ആദിദേവം കരുണാനിധാനം, കരുണാസാഗരമായിട്ടുള്ള ആദിദേവനായിട്ടുള്ള ഭഗവാൻ, തമാല വർണ്ണത്തിലുള്ള ആ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു ഈ കലിയുഗത്തിൽ. ആരായിട്ടാണ്? ഭാഗവത സ്വരൂപൻ. ആ ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. സംസാര സാഗരത്തിൽ നമ്മൾ കടന്നു പോകാനുള്ള ഒരു പാലമാണ്. ഈ പാലമായിട്ടാണ് ഭാഗവതം ആയിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അപ്പം ഭാഗവതവും കൃഷ്ണനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കൃഷ്ണ തുല്യ ഭാഗവതം. ഗുരുവായൂരപ്പൻ ഭാഗവതം ഗുരുവായൂരപ്പനും തമ്മിൽ വ്യത്യാസമില്ല. ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മളെ ഭാഗവതം. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഭാഗവതം എന്ന് പറയുന്ന വെറും ഒരു ബുക്കല്ല, ഒരു ഭൗതികമായിട്ടൊരു പുസ്തകം കാണുന്ന പോലെ നമ്മൾ ഒരിക്കലും ഭാഗവതത്തെ കാണില്ല. ഭഗവാൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ഇനി ഭാഗവതത്തിന്റെ കൃഷ്ണ തുല്യമാണ് ഭാഗവതം എന്ന് ചൈതന്യ ചരിതാമൃതത്തില് മധ്യലീലയിൽ പറയുന്ന ഈ ശ്ലോകത്തില് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. കൃഷ്ണതുല്യ ഭാഗവത വിഭു സർവശ്രയ പ്രതിശ്ലോകെ പ്രത്യക്ഷരേ നാനാർത്ഥകായ. ഓരോ ശ്ലോകവും ഓരോ അർത്ഥവും പല അർത്ഥങ്ങൾ തരുന്നു. ഏതാണ്? ഭാഗവതം കൃഷ്ണ തുല്യമാണ്. കൃഷ്ണൻ തന്നെയാണ് ഭാഗവതം. വിഭുവാണ്, എല്ലാവരുടെയും ആശ്രയമാണ്. പിന്നെ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ തന്നെ 1ാമത്തെ സ്കന്ധം 3ാമത്തെ അധ്യായം 43ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ദ്വാപരയുഗത്തിന്റെ അവസാനം ഭഗവാൻ തന്റെ ധാമത്തിൽ തിരിച്ചു പോകുമ്പോ ഈ കലിയുഗത്തിലുള്ളവർക്കുള്ള അന്ധകാരം കൊണ്ട് മറഞ്ഞിരിക്കുന്ന അന്ധരായിട്ടുള്ള ഈ കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് എന്താണ് ആശ്രയം? എല്ലാം അധർമ്മം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പോ ധർമ്മം പോയിരിക്കുന്നു ഭഗവാനായിട്ട്. ഭഗവാനായിരുന്നു ധർമ്മം, ഭഗവാൻ ഇല്ലാതായി, ഭഗവാൻ പോയി കഴിഞ്ഞു. അപ്പോ ധാമത്തിൽ പോയി ഈ കലിയുഗത്തിൽ ആരാണ് ധർമ്മം കൊണ്ടെത്തിക്കുക? അതാണ് കൃഷ്ണേ സ്വധാമ ഉപഗതേ ധർമ്മജ്ഞാനാദിഭി സഹ കലോ നഷ്ടദൃശാമേഷ പുരാണാർക്കോ അധുനോദിത. അപ്പൊ ഇവിടെ ഉദിച്ചിരിക്കുകയാണ്, സൂര്യനെ പോലെ ഉദിച്ചിരിക്കുന്നത് ആരാണ്? കലിയുഗത്തിലെ അന്ധകാരങ്ങളെല്ലാം നീക്കിക്കൊണ്ട് കൃഷ്ണൻ സ്വധാമത്തിൽ പോയപ്പോൾ ധർമ്മവും ജ്ഞാനവും ധർമ്മവും ജ്ഞാനവും കൂടി ചേർന്ന് ഇവിടെ ഈ കലിയുഗത്തിൽ വന്നിരിക്കുന്ന ആരാണ്? പുരാണമാ ഭാഗവത പുരാണം. ഇപ്പം
അപ്പൊ നമ്മൾ പറയും പലയിടത്തും, കഴിഞ്ഞ ക്ലാസ്സിൽ മാതാജി ഇങ്ങനെ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ പലയിടത്തും ചോദിക്കും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ആ സുഖമാണ്. ഭാഗവതം ഇല്ലാത്ത വീട്ടിൽ ഒരു സുഖവും ഇല്ല, ഒരു സമാധാനവും ഇല്ല. കാരണം അവിടെ ധർമ്മമില്ല. ധർമ്മം ഉണ്ട്. വീട്ടിൽ ധർമ്മം വേണമെങ്കിൽ അവിടെ ഭാഗവതം ഉണ്ടായിരിക്കണം. ഭാഗവതമുള്ള വീട്ടിലാണ് ധർമ്മമുള്ളത്. കാരണം ശ്രീമദ് ഭാഗവത്തിൽ ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ എത്രയൊക്കെ സന്തോഷമാണെന്ന് പറഞ്ഞാലും ഒരിക്കലും നമുക്ക് ഈ താപത്രയങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നത് അത് ശ്രീമദ് ഭാഗവതത്തിനാണ്. അപ്പൊ ഭാഗവതം ഉള്ളിടത്താണ് ധർമ്മമുള്ളത്. കൂടാതെ നമുക്ക് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വിധർമ്മ പ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃത്യവരുധ്യതേത്ര കൃതിഭി ശുശ്രൂഷിഭി തക്ഷണാത്. അപ്പൊ ശ്രീമദ് ഭാഗവതം എന്താണ്? ശിവദം, എല്ലാ ഐശ്വര്യങ്ങളും, ഓൾ ഓസ്പീഷ്യസ് ആണ്, എല്ലാ മംഗളകരവും തരുന്നതാണ്. താപത്രയോന്മൂലനം, ത്രിവിധ ക്ലേശങ്ങളെല്ലാം ഉന്മൂലനം ചെയ്യുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഈ ശ്രീമദ് ഭാഗവതം ഉണ്ടെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളുടെ ആവശ്യം എന്താണ്? അപ്പൊ ശ്രീമദ് ഭാഗവതം നമ്മൾ ശ്രവിക്കുക ചെയ്താൽ തക്ഷണാത് ഉടൻ തന്നെ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നമ്മൾ കാണുന്നത് ഒരുപാട് മഹത്വങ്ങൾ പത്മപുരാണത്തിലുണ്ട്, അല്ലെ? പത്മപുരാണം എന്ന് പറയുന്നത് സത്വഗുണത്തിലുള്ള പല പുരാണങ്ങളിൽ ഒന്നാണ്. ഒന്ന് ശ്രീമദ് ഭാഗവത മഹാപുരാണം, കൂടാതെ വരാഹപുരാണം, ഗരുഡപുരാണം, അങ്ങനെ അതിൽ വരുന്നതാണ് പത്മപുരാണം. ഈ പത്മപുരാണത്തിൽ ഒരുപാട് ഒരുപാട് ശ്ലോകങ്ങൾ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് കുറച്ച് ശ്ലോകങ്ങൾ നോക്കാം. കലഹത്തിന്റെയും കാപട്യത്തിന്റെയും ഈ കലികാലത്ത് ശ്രീമദ് ഭാഗവതം വീട്ടിലില്ലെങ്കിൽ ഒരാളെ എങ്ങനെ കൃഷ്ണഭക്തൻ എന്ന് വിളിക്കാൻ കഴിയും? സ്വഭജനേക്കാൾ അയാൾ വളരെ താഴ്ന്നവനാണ്. ആയിരക്കണക്കിന് മറ്റ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നതിന്റെ പ്രയോജനം എന്താണ്? ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ അതിന്റെ പകുതി ശ്ലോകമോ ഉണ്ടായിരിക്കുന്നത് മറ്റ് ഗ്രന്ഥങ്ങൾ ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണ്. എന്റെ പ്രിയപ്പെട്ട പുത്ര, ശ്രീമദ് ഭാഗവതം ദിവസവും വായിക്കുന്നതും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും 18 പുരാണങ്ങളും വായിക്കുന്നതിന് തുല്യമായ പുണ്യം നൽകുന്നു. ശ്രീമദ് ഭാഗവതം ദിവസവും പാരായണം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സ്ഥലത്ത് പ്രഹ്ലാദ് മഹാരാജാവും മറ്റെല്ലാ പ്രിയപ്പെട്ട കൃഷ്ണഭക്തരും നേരിട്ട് സന്നിഹിതരാണ്. ശ്രീമദ് ഭാഗവതം വായിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരിക്കലും കലഹത്തിന്റെയും കാപട്യത്തിന്റെയും വർത്തമാന കാലഘട്ടത്തിൽ സ്വാധീനത്തിൽ വരികയില്ല. പരമമായ ശ്രീമദ് ഭാഗവതം കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യാത്തവരും അതിൽ സന്തോഷം കണ്ടെത്താത്തവരും എപ്പോഴും മരണത്തിന്റെ നാഥനായ യമരാജന്റെ നിയന്ത്രണത്തിലാണ്. ഇതാണ് പരമമായ സത്യം. പിന്നെ വീട്ടിൽ സൂക്ഷിക്കുന്നതിന്റെ ശ്രീമദ് ഭാഗവതം വേദഗ്രന്ഥം വീട്ടിൽ സൂക്ഷിക്കുകയും ദിവസവും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തി എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകും. എല്ലാ ദേവന്മാരുടെയും കാരുണ്യവും അനുഗ്രഹവും അവർക്ക് നേടും. അപ്പൊ ഇതൊക്കെ നമുക്ക് ബുക്ക് ബയേഴ്സിന്, ഇത് വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് ഈ ശ്ലോകങ്ങൾ കോട്ട് ചെയ്ത് നമുക്ക് പറയാം. ശ്രീമദ് ഭാഗവതം വീട്ടിൽ സൂക്ഷിച്ചാലുള്ള എല്ലാ പാപങ്ങളിൽ നിന്ന് മുക്തരായി ഭഗവാന്റെ അനുഗ്രഹം, ദേവന്മാരുടെ എല്ലാ അനുഗ്രഹം ലഭിക്കുന്നു. കൂടാതെ ശ്രീമദ് ഭാഗവതം ഉണ്ടെങ്കിൽ മരണത്തിന്റെ നാഥനായ യമരാജന്റെ കുരുക്കിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. ഭാഗവത പാരായണം ചെയ്യുന്നത് ഒരു വ്യക്തിയെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു, വായനക്കാരന് ആരോഗ്യം തരുന്നു, ദീർഘായുസ് നൽകുന്നു. അതിന്റെ ശ്രീമദ് ഭാഗവതത്തിന്റെ പകുതിയോ കാൽഭാഗമോ പാരായണം ചെയ്ത് കേൾക്കുന്നത് ആയിരക്കണക്കിന് പശുവിനെ ദാനം ചെയ്യുന്നതിന് തുല്യമാണെന്ന്. പിന്നെ പറയുന്നു, പൂർവികർക്ക് പോലും ഇതിന് ശ്രീമദ് ഭാഗവതം പ്രയോജനപ്പെടുകയാണ്. നമ്മൾ ശ്രീമദ് ഭാഗവതം വീട്ടിലുണ്ടെങ്കിൽ, വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികർക്ക് പാല്, നെയ്യ്, തേന്, മധുരമുള്ള വെള്ളം എന്നിവ കുടിക്കാൻ സാധിക്കുന്നു. പിന്നെ ഭാഗവതം എവിടെയുണ്ടോ അവിടെ എല്ലാ പുണ്യ നദികളും ഉണ്ട്, എല്ലാ പുണ്യ സ്ഥലങ്ങൾ, അയോധ്യ, മധുര, കാശി, കാഞ്ചി, എല്ലാ പുണ്യ നഗരങ്ങൾ, യജ്ഞങ്ങൾ, വിശുദ്ധ പർവ്വതങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്ര, ഹേ ബ്രഹ്മ, ഒരു മനുഷ്യൻ തന്റെ എല്ലാ സ്വത്തുക്കളും ത്യജിച്ചാലും ശ്രീമദ് ഭാഗവതം വീട്ടിൽ സൂക്ഷിക്കണം. എന്റെ പ്രിയപുത്ര, എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഏകാദശി ദിവസങ്ങളിൽ, ചന്ദ്രന്റെ ഏകാദശി ദിവസങ്ങളിൽ ശ്രീമദ് ഭാഗവതം കേൾക്കാത്തവർ ഏറ്റവും പാപിയാണെന്ന് കണക്കാക്കപ്പെടുന്നു. എല്ലാ പുണ്യസ്ഥലങ്ങളിലെയും തീർത്ഥാടനം നടത്തുന്നതോ എല്ലാ പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നതോ ശ്രീമദ് ഭാഗവതം കൈവശം വയ്ക്കുന്നത് പോലെ മംഗളകരമല്ല. കലഹത്തിന്റെയും കാപട്യത്തിന്റെയും ഈ യുഗത്തിൽ ശ്രീമദ് ഭാഗവതം നിലനിൽക്കുന്ന സ്ഥലത്ത് മറ്റെല്ലാ ദേവന്മാരോടൊപ്പം ഞാനും സന്നിഹിതമാണ്. കൂടാതെ സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്, ആരാണ് ശരിക്കും ഒരു ഭാരതീയൻ?
ഭാരതേ മാനവ ജന്മ പ്രാപ്യ ഭാഗവതം നായ സൂതം പാപ പരിധാനേ ആത്മകഥാ തുതൈ കൃത. ആരാണോ മനുഷ്യജന്മം ഈ ഭാരതവർഷത്തിൽ എടുത്തത്, അവൻ ഭാഗവതം ഇല്ല എങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ ഭാഗവതമുള്ളവനാണ് ശരിക്കും ഒരു ഭാരതീയൻ എന്ന് വിളിക്കേണ്ടത്. ഈ ഒരു പിക്ചറിൽ എന്താ കാണുന്നത്? ഇത് ആരൊക്കെയാണെന്ന് പറയാമോ? നാരദമുനി പ്രഹ്ലാദന്റെ അമ്മ. ഉം നാരദമുനി കയറ്റും. കയാതു അല്ലെ, കയാതുവും നാരദ മഹർഷിയും. അപ്പൊ നമുക്കിത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അവരുടെ അടുത്ത് പറയാൻ പറ്റുന്നതാണ്. അതിനുള്ള ഉദാഹരണമാണ് ശ്രീമദ് ഭാഗവതം. ഇവിടെ നാരദ മഹർഷി അസുര കുലത്തിലുള്ള ആ, അസുര സ്ത്രീയാണ്, അസുര കുലത്തിലുള്ളതാണ് കയാതു. ആ കയാതുവിന്റെ ഗർഭത്തിലുള്ള കുട്ടിയും സാധാരണ അസുരപുത്രനായിരിക്കും. പക്ഷെ ഭാഗവത പാരായണം കേട്ട് ശുദ്ധ ഭക്തനിൽ നിന്ന് ഭഗവാന്റെ ലീലകൾ കേട്ട് ആ ഗർഭത്തിലുള്ള കുട്ടി പോലും ധർമ്മിഷ്ഠനായി മാറി. അങ്ങനെ പ്രഹ്ലാദൻ എന്ന ഉയർന്ന ഭക്തൻ ആ അസുര കുലത്തിൽ ജനിച്ചു. അപ്പൊ ഇന്ന് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും കുട്ടികളുടെ പല ഒരുപാട് അധർമ്മങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ജനറേഷൻ എങ്ങനെയാവും നമ്മളുടെ കയ്യിലില്ല. പക്ഷേ ഭാഗവതം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഭാഗവതം വായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജനിക്കുന്ന കുട്ടിക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും. അവൻ ധർമ്മിഷ്ഠനായിട്ടായിരിക്കും ജനിക്കുക. അപ്പൊ ആ ഒരു നമുക്ക് ഈ ശ്ലോകങ്ങളും ഈ ഭാഗവതത്തിലെ കഥകളൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. പല കണ്ടോ ധർമ്മിഷ്ഠരായിട്ടുള്ള കുട്ടികളെ നമുക്ക് അടുത്ത ജനറേഷൻ, ഇനിയും കൃഷ്ണാബോധമുള്ള കുട്ടികളെ നമുക്ക് അടുത്ത ജനറേഷൻ കിട്ടും. അപ്പൊ ആരാണോ ശ്രീമദ് ഭാഗവതം എല്ലാ ദിവസവും കേൾക്കുന്നത്, അവൻ അവന്റെ കുടുംബത്തെ തന്നെ രക്ഷിക്കുകയാണ്. അമ്മയും അച്ഛനും ഭാര്യയും എല്ലാരെയും രക്ഷിക്കുന്നു, പത്മപുരാണത്തിൽ പറയുന്നു. അപ്പൊ നമ്മൾ ഭാഗവതം വാങ്ങിക്കുന്നതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഒരു പ്രശ്നം എന്താണ്? ഈ ഭാഗവതം എന്ന് പറയുമ്പോൾ വലിയ ബുക്കല്ലേ, 18 വോളിയം ഉണ്ട്. അത് കോസ്റ്റ് ഭയങ്കര ഹൈ ആന്ന് നമ്മൾ പറയും. ഇത്രയും രൂപ കൊടുത്ത് ആരാണ് വാങ്ങിക്കുക? ഈ ജന്മത്തിൽ അവരിത് വായിക്കുവോ? ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു അമ്മ ജീവിക്കുന്നത് വിറ്റ് ജീവിക്കുന്ന ഒരു അമ്മയാണ്. വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം ഉള്ളതാണ്. എന്നിട്ടും ആ അമ്മ ഭാഗവതം വാങ്ങിച്ചു. അപ്പൊ ഈ ഭാഗവതം എല്ലാവരിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവോട്ടീസിന് മാത്രമല്ല, എല്ലാ കർമ്മികൾക്കും, നമുക്ക് ആ സനാതന ധർമ്മം അറിയാവുന്നവർക്കും എല്ലാവർക്കും, ഈ നിരീശ്വരവാദികൾക്കും മറ്റു മതസ്ഥർക്ക് പോലും ശ്രീമദ് ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഭാഗവതം വേണ്ടുന്നതാണ്, ഭക്തന്മാർക്ക് മാത്രമല്ല. അവർ വായിക്കില്ലല്ലോ, അവർ വാങ്ങിച്ചു വെക്കുമല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഭാഗവതം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അവരുടെ വീട്ടിലുണ്ടെങ്കിൽ, അവര് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് ഈ ഭാഗവതം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സുകൃതി അവരിലുണ്ടാകും. ആ സുകൃതി കൊണ്ട് അവർ ഭാഗവതം വായിക്കുകയും അവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് ഭക്തിയിലേക്ക് വരാനും സാധിക്കും. കാരണം അത് ഭഗവാൻ നോക്കിക്കോളും. നമ്മൾ ഒരിക്കലും ഭൗതിക ചിന്താഗതിയിൽ കാൽക്കുലേറ്റ് ചെയ്യല്. ഭൗതികമായിട്ടൊരു വസ്തു വായിക്കുമ്പോൾ അതെങ്ങനെ, ഇത് കംപ്ലീറ്റ് ആത്മീയമായിട്ടുള്ള ഇതാണ്, ഭഗവാൻ തന്നെയാണ്, അത് ഭഗവാൻ നോക്കിക്കോളും. കൂടാതെ ശ്രീല പ്രഭുപാദര് ഒരിക്കലും പറഞ്ഞിട്ടില്ല ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർ വായിക്കോ ഇല്ലയോ നോക്കിയിട്ട് അവർ വായിക്കുന്നവരാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ പ്രഭുപാദര് പറഞ്ഞിട്ടുണ്ടോ? വായിക്കുന്നവരാണോ നോക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി എന്ന് പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ടോ? യാരെ ദേക്കോ താരെ കവോ കൃഷ്ണ ഉപദേശ് അല്ലെ, അത് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ, അത് തന്നെയാണ് പ്രഭുപാദ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ വായിക്കുകയോ വായിക്കില്ല അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട, ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. പ്രഭുപാദയുടെ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബോംബാണല്ലേ. പ്രഭുപാദയുടെ ബുക്സ് പലരും പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീത 30 വർഷമൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പോഴാണ് വായിക്കാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും എന്നായാലും അവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഒരു തടസ്സവും നമ്മൾ പൈസയുടെ കാര്യത്തിലും നോക്കണ്ട. കാരണം ഈ ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ഗൃഹസ്ഥാശ്രമികൾക്ക് ഉള്ള ഒരു സേവയാണ് ശ്രീമദ് ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ ഗൃഹസ്ഥര് ഭാഗവതം ഫുൾ എമൗണ്ട് കൊടുത്ത് ടെമ്പിളിൽ നിന്ന് വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള എല്ലാവരും ഇപ്പോൾ ഫുൾ എമൗണ്ട് തരുന്ന ഒരാളായിരിക്കും, പക്ഷെ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ 10 പേര് മുന്നോട്ട് വരും. അപ്പൊ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് അവരിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓരോ മാസമായിട്ട് ഗഡുക്കളായിട്ട് പൈസ വാങ്ങിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ പൈസ കൊടുക്കാം, ബുക്ക് കൊടുക്കാം, എന്നിട്ട് ഓരോ മാസവും അവരിൽ നിന്ന് നമ്മൾ പൈസ കളക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഭാഗവതം പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിന് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഈ അമ്മ വളരെ തുച്ഛമായിട്ടുള്ള
എന്താണ് വരുമാനമാണുള്ളത്. എന്നിട്ടും ചെറിയ കിട്ടുന്ന തുകയിൽ നിന്ന് കുറച്ചു ഭാഗം ഭാഗവതത്തിന് വേണ്ടി മാറ്റി വെച്ചു. അങ്ങനെ ഓരോ മാസവും കുറേശ്ശെ കുറേശ്ശെ കൊടുത്താണ് ഭാഗവതം വാങ്ങിക്കുന്നത്. അങ്ങനെ രണ്ടും മൂന്നും സ്കന്ധമൊക്കെ ഈ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ, സെയിലില്ലാത്ത സമയത്തൊക്കെ ഈ മാതാജി ഇത് വായിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് നമുക്ക് ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ശ്രീമദ് ഭാഗവതം വാങ്ങുന്ന ഈ ഒരു തുക വലിയ തുകയായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു വലിയ തുകയൊന്നും അല്ല. കാരണം ഭൗതികമായിട്ടുള്ള എന്ത് കാര്യം വാങ്ങിക്കാനും എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ പൈസ ചെലവാക്കുന്നുണ്ട്. എല്ലാവരുടെ വീട്ടിലും, ഏത് പാവപ്പെട്ടവനെന്ന് പറഞ്ഞാലും അവന്റെ വീട്ടില് മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ തന്നെ ഉണ്ടായിരിക്കും. എല്ലാവരുടെ വീട്ടിലും ഫോണുണ്ട്, ഫ്രിഡ്ജുണ്ട്, ടി വി ഉണ്ട്. പിന്നെ അവർക്ക് ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ട എല്ലാ എൻജോയ്മെന്റും അവർ ചെയ്യുന്നുണ്ട്. ഇന്ന് സ്വർണത്തിനൊക്കെ നല്ല വില കൂടി ഇരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്വർണ്ണക്കട പൂട്ടിയിട്ടുണ്ടോ? സ്വർണത്തിന് വില കൂടി ആരും വാങ്ങിക്കാനില്ല എന്ന് പറഞ്ഞ് എല്ലാവരും സ്വർണം വാങ്ങിക്കാനായിട്ട് പോകുന്നുമുണ്ട്. അപ്പൊ ആരുടെയും കയ്യിൽ പൈസ ഇല്ല എന്ന് ഉള്ള ആ കൺസെപ്റ്റ് നമ്മൾ ആദ്യം മാറ്റുക. എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിന് അവരുടെ ഇന്ദ്രിയ സംതൃപ്തിക്ക് പൈസ നന്നായിട്ട് അവർ ചെലവാക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർ ഭഗവാന് വേണ്ടി അത് ചെലവാക്കൂടാ? കാരണം നമ്മുടെ കയ്യിലുള്ള പണം എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ പണമാണ്. നമ്മുടെ കയ്യിലുള്ള എല്ലാം ഭഗവാന്റെയാണ്. ഭഗവാൻ തന്നിട്ടുള്ള ഈ പണം കൊണ്ട് അവർ അവരുടെ ഇന്ദ്രിയ സംതൃപ്തി ചെയ്യാന്ന് പറഞ്ഞാൽ, ഈശോപനിഷത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ആരാണ്? ചോരന്മാരാണ്, അല്ലേ? ഭഗവാന് വേണ്ടി ഉപയോഗിക്കാതെ നമ്മളെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് ഉപയോഗിച്ചാൽ നമ്മളെല്ലാരും കള്ളന്മാരാണ്. അപ്പൊ അവര് ആ ഇന്ദ്രിയ സംതൃപ്തിക്ക് ഉപയോഗിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം ശ്രീമദ് ഭാഗവതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് അവരെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ടിവിയും കാറും ഫോണും വസ്ത്രവും എല്ലാം വാങ്ങിക്കുന്നുണ്ട്. അത് അവരെ നരകത്തിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന ആ ഭഗവാന്റെ രാജ്യത്തേക്ക് സഹായിക്കുന്ന ഭാഗവതം വാങ്ങിക്കാൻ അവര് മടിക്കുന്നു. പ്രത്യേകിച്ച് അവര് മടിക്കുമ്പോൾ നമ്മൾ പ്രീച്ച് ചെയ്യണം. നമ്മൾ മടിക്കരുത്. ആദ്യത്തെ ഒരു പോയിന്റ് അതാണ്. നമ്മൾ മടിക്കുന്നതുകൊണ്ടാണ് അവരും മടിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇവരെങ്ങനെ വാങ്ങിക്കും, ഇവർക്ക് ഇത്രയുണ്ടോ? അങ്ങനെ ഒട്ടും ചിന്തിക്കണ്ട. എല്ലാവരുടെ കയ്യിലും പണം അവരുടെ ഇന്ദ്രിയ സംതൃപ്തിക്കുണ്ട്. അപ്പൊ അഖിലകോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ഭഗവാനെ ഭാഗവതമായിട്ട് നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ ഈ 10,000 12 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭഗവാന്റെ വാല്യൂ ആയിട്ട്, മൂല്യവുമായിട്ട് താരതമ്യപ്പെടുമ്പോൾ ഈ പണം നിസ്സാരമാണ്. അത് ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ച് കുറച്ചു നാൾ കഴിയുമ്പം അത് സ്ലോ ആവും. കുറെ കഴിയുമ്പോൾ അതിന്റെ സ്ക്രീനൊക്കെ പോവും. സ്ക്രീൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എത്ര പൈസ കൊടുത്തായാലും കടം വാങ്ങിച്ചായാലും ഫോൺ നന്നാക്കാനായിട്ട് എല്ലാവരും മുന്നോട്ട് പോകും. പക്ഷേ ഭാഗവതത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പിന്നോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ പ്രീച്ച് ചെയ്യണം, ഭാഗവതം അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം. കൂടാതെ ഇത് പ്രിന്റിംഗ് ചാർജ് മാത്രമാണ്, അല്ലെ? മൊത്തം എത്ര ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിലുള്ളത്? ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ എത്രയാണ്? 18,000 എന്നാണ് മാതാജി പറഞ്ഞിരുന്നത്. 18,000. പക്ഷെ മറ്റൊരു കണക്കും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഓക്കെ, ആദ്യം മുതൽ പഠിച്ചിരുന്നത് 18,000 എന്നാണ്. ആണോ? നമുക്കിപ്പോ ആ കണക്ക് മതി, വേറെ കണക്ക്. വേറെ ഒന്ന് നമ്മള് ശിക്ഷാഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കൃത്യമായി പറഞ്ഞുതരാൻ അറിയില്ല. ഓക്കെ ഓക്കെ, സപ്പോസ് നമ്മൾ 18,000 അല്ലേ? 18,000 ഓരോ ശ്ലോകത്തിന് ഓരോ രൂപ വെച്ച് കൊടുത്താൽ എത്രയായി? 18,000 രൂപ വരും. ജസ്റ്റ് ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് കടയിൽ കൊടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്താലോ? കാരണം 15,000-ഓളം പേജുകളുണ്ട്. അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ തന്നെ 15,000 രൂപയാണ്. അപ്പൊ നമ്മൾ പ്രിന്റിംഗ് ചാർജ് മാത്രമാണ് കൊടുക്കുന്നത്. ആരിൽ നിന്നും ഒരുപാടൊന്നും ഈടാക്കണില്ല. ഇതിൽ ഒരു നഷ്ടവുമില്ല. ഭാഗവതം വീട്ടിലുണ്ടെങ്കിൽ അടുത്ത ജന്മം, ഈ ജന്മം അവന് വായിച്ചു തീർക്കാൻ കഴിഞ്ഞില്ല, ഒരു കുഴപ്പമില്ല. അടുത്ത ജന്മം ഭാഗവതം ഉള്ള വീട്ടിലായിരിക്കും ആ ജന്മം എടുക്കുന്നത്. അതുകൊണ്ട് ഭാഗവതം വാങ്ങിക്കുന്ന ആ വിലയുടെ കാര്യത്തിൽ നമ്മൾ ആ ഒരു പിന്നോട്ട് പോകണ്ട. കൂടാതെ നമുക്കറിയാം, നമ്മൾ എല്ലാവരുടെ അടുത്തും നാമം ജപിക്കാൻ പറയും. പക്ഷെ നാമം ജപിക്കുമ്പോൾ അവിടെ അപരാധമുണ്ട്. നാമാപരാധം, 10 നാമാപരാധമുണ്ട്. ധാമിൽ പോയാൽ നമുക്ക് ധാമപരാധമുണ്ട്. ദേവാരാധന ചെയ്യുമ്പോൾ 64 അപരാധം നമ്മൾ ഭക്തിരസാമൃത സിന്ധുവിൽ കണ്ടു. പുസ്തകമായി അവതരിച്ചിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിന് ഒരപരാധങ്ങളുമില്ല. ഭഗവാൻ നമ്മളോട് സംസാരിക്കുകയാണ്. നമുക്ക് വിഗ്രഹവുമായിട്ട് സംസാരിക്കാനുള്ള അവബോധത്തിൽ ആരും എത്തിയിട്ടില്ല. പക്ഷേ ഭാഗവതമായിട്ട് ഭഗവാൻ നമ്മളടുത്ത് വന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ വീട്ടിലും ഭാഗവതം ഉണ്ടായിരിക്കണം. കൂടാതെ നമ്മൾ പറയും ഭാഗവതം വേണമെന്ന് പറയുമ്പോൾ, നമ്മൾ കേരളത്തിലുള്ള മിക്കവരുടെ വീട്ടിലും ഭാഗവതം കാണും. പക്ഷേ ശ്രീല പ്രഭുപാദരുടെ ഭാഗവതം ഉണ്ടായിരിക്കില്ല, അല്ലേ? അവരുടെ കയ്യിൽ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ചെറിയൊരു ഭാഗവതം കാണും. അതും
ഇതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. ശ്രീല പ്രഭുപാദരുടെ ഭാഗവതം ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വന്നതാണ്. ശുദ്ധ ഭക്തനായിട്ടുള്ള ശ്രീല പ്രഭുപാദർ അദ്ദേഹം വിവർത്തനവും ഭാവാർത്ഥവും എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഭാവാർത്ഥം അദ്ദേഹം എഴുതിയിട്ടുള്ളത് ആചാര്യന്മാരിൽ നിന്ന് വീരരാഘവാചാര്യർ, ഭക്തിസിദ്ധാന്ത സരസ്വതി താക്കൂർ, ശ്രീധർ സ്വാമി, പിന്നെ പിന്നെന്താ നമ്മളെ ഭക്തി വിനോദ് താക്കൂർ, അങ്ങനെ ആചാര്യന്മാര് എഴുതിയിട്ടുള്ള ജീവഗോസ്വാമി, എല്ലാവരുടെയും അതിൽ നിന്ന് എടുത്താണ് അദ്ദേഹം എഴുതിയത്. ഒന്നും സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ളതല്ല. ഒരു ഉദാഹരണം നമുക്ക് നോക്കിയാല്, ഇപ്പം ജസ്റ്റ് മറ്റു ഭാഗവതം നോക്കുമ്പോൾ ജസ്റ്റ് കഥ മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ. അതിലൊരു ഉദാഹരണം ഇപ്പൊ പരീക്ഷിത് മഹാരാജാവിന്റെ കേസ് എടുക്കാം. പരീക്ഷിത് മഹാരാജാവ് എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു ചത്ത പാമ്പിനെ എടുത്ത് ശമിക ഋഷിയുടെ കഴുത്തിലിട്ടു. അപ്പൊ കഥ മനസ്സിലാക്കുന്ന ആള് സ്വന്തമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് സ്വന്തമായിട്ട് വ്യാഖ്യാനം കൊടുക്കും. രാജാവ് ചെയ്തത് തെറ്റല്ലേ? ആ മഹർഷി ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ രാജാവ് എന്തിനിങ്ങനെ ചെയ്തു? ജസ്റ്റ് ദാഹിച്ചു, അദ്ദേഹം ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ? അങ്ങനെ ചിന്തിക്കും. പക്ഷേ ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അദ്ദേഹം ഒരു ശുദ്ധ ഭക്തനാണ് പരീക്ഷിത് മഹാരാജ്. അപ്പൊ ശുദ്ധ ഭക്തനായിട്ടുള്ള പരീക്ഷിത് മഹാരാജ് അങ്ങനെ ഒരു തോന്നൽ വന്ന് അദ്ദേഹം അത് ചെയ്തത്, അത് ഭഗവാന്റെ കൈ അവിടെയുണ്ട്, ഭഗവാന്റെ വില്ലാണത്. വില്ല് പ്രകാരമാണ് അദ്ദേഹം അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എന്തുകൊണ്ട്? ശ്രീമദ് ഭാഗവതത്തെ കൊണ്ടുവരാനായിട്ട് ഭഗവാൻ തന്റെ ഭക്തനിലൂടെ ചെയ്യിപ്പിച്ചതാണ്. ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ പരീക്ഷിത് മഹാരാജാവിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. പക്ഷെ മറ്റു ഭാഗവതം വായിക്കുമ്പോൾ അവിടെ കുറ്റം പറയേണ്ടി വരുന്നു. അതാണ് നമുക്ക് ആ തത്വം മനസ്സിലാവുന്നില്ല. ആ ശുദ്ധ ഭക്തനോട് നമ്മൾ അപരാധം ചെയ്യുകയാണ് മറ്റു ഭാഗവതത്തിലൂടെ. അവർ സ്വന്തമായിട്ടുള്ള മാനസിക ഊഹാഭോഗത്തിൽ അതിനുള്ള തത്വങ്ങൾ പറയുകയാണ്. ജയവിജയന്മാരുടെ കഥകൾ എടുത്താലും ജയവിജയൻ തെറ്റല്ലേ ചെയ്തത്? അത് ശുദ്ധ ഭക്തനാണ്, ഭഗവാനുമായിട്ടുള്ള വീരരസം ആസ്വദിക്കാൻ വേണ്ടിയാണ് ജയവിജയന്മാര് 4 സനത്കുമാരന്മാരുമായിട്ട് ആ ഒരു വാഗ്വാദം ഉണ്ടാവുകയും ആ ശാപം കിട്ടിയ അസുരന്മാരായിട്ട് വരുന്നതും. ചിത്രകേതു രാജാവ് ചെയ്തത് തെറ്റാണെന്ന് പറയാം. പാർവതീദേവിയുടെ മടിയിലിരുത്തി മഹാദേവൻ ഭാഗവതം തന്റെ സദസ്സിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിത്രകേതു മഹാരാജാവ് കളിയാക്കിയില്ലേ? അത് തെറ്റല്ലേ എന്നൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. പക്ഷെ ആ ഭാവാർത്ഥം വായിക്കുമ്പോൾ മനസ്സിലാവും, ഇതെല്ലാം ശുദ്ധഭക്തരാണ്. ശുദ്ധഭക്തര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും മഹാത്മാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ മഹാത്മാവിനെ ആയിട്ടുള്ള വ്യക്തികൾ തരുന്ന ഭാവാർത്ഥം വായിച്ചാലേ മനസ്സിലാക്കൂ. അതാണ് ഏറ്റവും പ്രധാനം. ഭാവാർത്ഥം ഇതിനകത്തുണ്ട്. ഓരോ വാക്കിന്റെ അർത്ഥം, വിവർത്തനം, തത്വം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. കൂടാതെ ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇപ്പൊ നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മള് കുന്തി സ്തുതി വായിക്കുന്നു. മറ്റ് ഭാഗവതം നോക്കുമ്പോൾ എന്താണ്? ജസ്റ്റ് കുറെ ശ്ലോകങ്ങൾ, കുന്തി സ്തുതി ശ്ലോകങ്ങൾ. അതെന്താണെന്നോ അതിന്റെ അർത്ഥം എന്താണെന്നോ, നമുക്ക് ദുഃഖം വരുമ്പോൾ അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നോ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ പ്രഭുപാദയുടെ ഭാവാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ട് ഈ ഒരു കാലത്തിലും നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും ദുഃഖം വരുന്നോ എങ്ങനെ നമുക്കത് പ്രായോഗികമാക്കാമെന്നും അതിൽ പറയുന്നു. കുട്ടികൾക്കും പ്രയോജനകരമാണ്. ഓരോ ചിത്രങ്ങളും കഥ പറയുകയാണ്. നമ്മുടെ കുടുംബം മൊത്തവും, നമ്മുടെ അടുത്ത ജനറേഷന് പോലും ശ്രീമദ് ഭാഗവതം വാങ്ങിച്ചാൽ പ്രയോജനപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഡിഫറൻസ് പറഞ്ഞു കൊടുക്കണം. മറ്റ് ഭാഗവതവും നമ്മുടെ പ്രഭുപാദരുടെ ഭാഗവതവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മൾ നേരത്തെ പത്മപുരാണത്തിൽ കുറെ മഹാത്മ്യം പറഞ്ഞല്ലോ. അപ്പം മറ്റു ഭാഗവതം വെച്ചാലും ആ മഹാത്മ്യം അവർക്ക് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഈ തത്വം അവർക്ക് മനസ്സിലാവില്ല. ശുദ്ധഭക്തിയിൽ അവരെത്തില്ല. ശ്രീല പ്രഭുപാദർ ജനിക്കുന്നതിന് എത്രയോ കാലം മുമ്പേ എന്തെല്ലാം സപ്താഹങ്ങൾ നടക്കുന്നു. പക്ഷെ എത്ര പേര് ശുദ്ധഭക്തരായി? ശുദ്ധഭക്തി ലഭിക്കണമെങ്കിൽ ആ ശുദ്ധഭക്തരിൽ കൂടെ നമ്മൾ ഭാഗവതം മനസ്സിലാക്കുക. ആ ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഭാഗവതം മനസ്സിലാക്കുക. അപ്പം നമ്മളെ ഇതാണ് ഭാഗവത മാഹാത്മ്യം. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ. പ്രീച്ചിങ് മീൻസ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ. പ്രചാരണം എന്നാൽ പുസ്തക വിതരണമാണ്. ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ഇതില് ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ആരാണ്? ആദ്യത്തെ പടത്തില് പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ബ്രഹ്മാവ്. ആ, ബ്രഹ്മാവ് കൃഷ്ണനിൽ നിന്ന് ഉപദേശം കേൾക്കുന്നു അല്ലെ? അതെ. അപ്പൊ പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ ആദ്യം നമ്മുടെ പരമ്പര തുടങ്ങുന്നത് കൃഷ്ണനിൽ നിന്ന് ബ്രഹ്മാവിന്റെ കയ്യിൽ നമുക്ക് കാണാം വേദം ഇരിപ്പുണ്ട്. അപ്പോ ബ്രഹ്മാവിൽ കൊടുക്കുന്നത് തന്നെ
ആ വേദഗ്രന്ഥങ്ങൾ എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും ബ്രഹ്മാവിന് ആ ജ്ഞാനം കൊടുക്കുന്നു. ബ്രഹ്മാവിൽ നിന്ന് നാരദ മഹർഷിക്ക് ലഭിക്കുന്നു. നാരദ മഹർഷിയിൽ നിന്ന് പിന്നെ നമുക്ക് വ്യാസദേവന്റെ കാര്യം നമുക്കറിയാം, ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലേ. വ്യാസദേവൻ 4 വേദങ്ങളാക്കി പുരാണങ്ങൾ എഴുതി. മഹാ ഇതിഹാസം മഹാഭാരതം 1,00,000 ശ്ലോകങ്ങളുണ്ട് അവിടെ. ആ മഹാഭാരതത്തിലാണ് ഭഗവത്ഗീത വരുന്നത്. ഉപനിഷത്തുകൾ എഴുതി. എല്ലാം എഴുതിയിട്ടും അദ്ദേഹത്തിന് സംതൃപ്തി കിട്ടിയില്ല. എന്തുകൊണ്ടാണ് സംതൃപ്തി കിട്ടാഞ്ഞത്? ഭഗവാനെ ഭഗവാൻ കുറിച്ച് ചെയ്തറിഞ്ഞു. പ്രകീർത്തിച്ചില്ല. ഭഗവാനെ വർണ്ണിച്ചില്ലല്ലേ. ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ ഭഗവാനെ വർണ്ണിച്ചില്ല. ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സംതൃപ്തി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള നാരദ മഹർഷിയും വിചാരിച്ചു, എന്റെ ശിഷ്യൻ എന്താണ് ഈ ചെയ്യുന്നത്? ഇവൻ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ടല്ലോ. ആളുകളെല്ലാം, കലിയുഗത്തിലുള്ളവരെല്ലാം ഇന്ദ്രിയ സംതൃപ്തിയുടെ കൂടെയാണ്. അതിന്റെ കൂടാതെ വേദങ്ങളിൽ ധർമ്മ അർത്ഥ കാമ മോക്ഷത്തെ കുറിച്ചൊക്കെ പറയുന്നു. അവർ വീണ്ടും ഇന്ദ്രിയ സംതൃപ്തിയല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കൂ, ഭഗവാന്റെ ലീലകൾ എഴുതുക. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവത പുരാണം അല്ലെ. വേദമാകുന്ന മരത്തിലെ പഴുത്ത ഫലമാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം രചിച്ചു നമ്മുടെ വ്യാസദേവൻ. പിന്നീട് വ്യാസദേവൻ തന്റെ ശിഷ്യനായിട്ടുള്ള മധ്വാചാര്യർക്ക് കൊടുത്തു. അവിടെ മധ്വാചാര്യരുടെയും കയ്യിൽ ഗ്രന്ഥം കാണാം. രൂപ ഗോസ്വാമി, നമ്മളുടെ ഗോസ്വാമി, ഷഡ് ഗോസ്വാമിമാരെല്ലാരും, ഷഡ് ഗോസ്വാമിമാർക്ക് ചൈതന്യ മഹാപ്രഭു കൊടുത്ത നിർദ്ദേശം എന്താണ്? അതില് പല നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശം, നിങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതുക, ഭക്തിയെക്കുറിച്ച് എഴുതുക. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിന് കമന്ററി എഴുതുന്നു. എല്ലാം നമ്മുടെ ഗുരുപരമ്പര ഫുള്ള് ബുക്ക്, ഗ്രന്ഥം എഴുതുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ സനാതന ഗോസ്വാമി കൃഷ്ണലീലാസ്തവയിൽ പറയുന്നുണ്ട്, മതേകബന്ധോ മത്സംഗിൻ മദ്ഗുരു മദ്മഹാദന മന്നിഷ്ടാരക മദ്ഭാഗ്യ മദാനന്ദോ നമോസ്തുതേ അസാധു സാധുദാദായിൻ അതിനി ചോച്ച താത്കര. ഇവിടെ സനാതന ഗോസ്വാമി പറയാണ്, ഓ ശ്രീമദ് ഭാഗവതം, ഓ എൻ്റെ ഏക സുഹൃത്തേ, എൻ്റെ സഹചാരി, ഓ എൻ്റെ ഗുരുവേ, എൻ്റെ മഹത്തായ സമ്പത്തെ, എൻ്റെ രക്ഷകനെ, എൻ്റെ ഭാഗ്യമേ, എൻ്റെ പരമാനന്ദമേ, ഞാൻ അങ്ങേ ആദരപൂർവം പ്രണമിക്കുന്നു. അപ്പൊ ശ്രീമദ് ഭാഗവതം സനാതന ഗോസ്വാമിക്ക് ആരാണ്? സുഹൃത്താണ്, സഹചാരിയാണ്, ഗുരുവാണ്, എൻ്റെ ആനന്ദം, എൻ്റെ സമ്പത്ത് അല്ലെ. അത്രയും പ്രാധാന്യമാണ് ശ്രീമദ് ഭാഗവതത്തിന് സനാതന ഗോസ്വാമി പറയുന്നത്. ആ ശ്രീമദ് ഭാഗവതത്തെ ആദരപൂർവ്വം പ്രണമിക്കുന്നു. കൂടാതെ ശ്രീമദ് ഭാഗവതം എന്താ ചെയ്യുന്നത്? അസാധുവിനെ സാധുവാക്കുന്നു, അശുദ്ധർക്ക് പുണ്യം നൽകുന്നു, വീണുപോയവനെ ഉയർത്തുന്നു. ദയവായി എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കൃഷ്ണന്റെ ശുദ്ധമായ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തിലും ഖണ്ഡത്തിലും പ്രകടമാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ സനാതന ഗോസ്വാമി, നമ്മളുടെ ഷഡ് ഗോസ്വാമിമാർ എല്ലാവരും ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭജന ചെയ്യുന്നു. എല്ലാം ആർക്കു വേണ്ടി? ഇനി വരുന്ന കലിയുഗത്തിലുള്ള ജനങ്ങളുടെ എല്ലാവരെയും ഉദ്ധരിപ്പിക്കാൻ വേണ്ടി ഗോലോകത്തിൽ നിന്ന് വന്ന മഞ്ചരിമാരാണ് ഗോസ്വാമിമാരായിട്ട് വന്നത്. അപ്പൊ ഗോസ്വാമിമാരെല്ലാരും കലിയുഗ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഭക്തിവിനോദ ഠാക്കൂറാണ്. ഭക്തി വിനോദ് ഠാക്കൂർ അല്ലെ. ഭക്തി വിനോദ് ഠാക്കൂർ അദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു. മജിസ്ട്രേറ്റ് ആയിട്ടുള്ള അദ്ദേഹം രാത്രി 10 മണി മുതൽ രാവിലെ 4 മണി വരെ അദ്ദേഹം എഴുതുകയാണ്. ഗ്രന്ഥങ്ങൾ എഴുതുന്നു, അതിന്റെ കമന്ററി എഴുതുന്നു, ഭജനകൾ എഴുതുന്നു. അപ്പോൾ വലിയ കുടുംബമുണ്ട്. ഇത്രയും വലിയ കുടുംബവും ഈ ജോലിയുടെ ഇടയിലും അദ്ദേഹം സ്ട്രെസ് ചെയ്യുന്നത് ഈ ഗ്രന്ഥങ്ങൾ എഴുതുക, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് ഇദ്ദേഹം 5 വയസ്സുള്ളപ്പോഴും കൊടുത്തത് എന്താണെന്നോ? പ്രിന്റിംഗ് മെഷീൻ. നമ്മളൊക്കെ കുട്ടികൾക്ക് ഫോണൊക്കെ കൊടുക്കുന്ന പോലെ അദ്ദേഹം പ്രിന്റിംഗ് മെഷീനാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ബുക്കുകൾ പ്രിന്റ് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ ശിഷ്യനായിട്ടുള്ള നമ്മുടെ ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിനോട് എന്താ പറഞ്ഞിരിക്കുന്നത്? whenever you get money, print books. എപ്പം പണം കിട്ടുന്നോ ബുക്കുകൾ പ്രിന്റ് ചെയ്യുക അല്ലെ. അപ്പൊ അത്രയും സ്ട്രെസ്സാണ് ബുക്ക് പ്രിന്റ് ചെയ്യുക, അത് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അപ്പൊ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. തന്റെ ഗുരുവിന്റെ ആജ്ഞപ്രകാരം 69ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്തുമാത്രം ത്യാഗമാണ് ചെയ്തത്. അദ്ദേഹം അനുഭവിച്ച പോരാട്ടങ്ങൾ അതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം 2 ഹാർട്ട് അറ്റാക്ക് അനുഭവിച്ചാണ് ജലദൂതയിൽ അമേരിക്കയിൽ പോയത്. മ്ലേച്ഛരുടെ നാട്ടിലേക്ക് പോയി അവിടെ അസാധുവായിട്ടുള്ളവരെല്ലാം സാധുവാക്കി. ആ സമയത്ത് അദ്ദേഹം പോയപ്പോൾ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്?
ജലദൂതയിൽ കയറിയപ്പോ അദ്ദേഹത്തിന്റെ കൂടെ 40 രൂപ അതെ 40 40 രൂപ 40 രൂപയും പിന്നെ ഭാഗവതവും ആ ഭാഗവതം ശ്രീമദ് ഭാഗവതം അല്ലെ, ഒന്നാമത്തെ സ്കന്ധം 600 കോപ്പി ആയിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പറയുന്നത് ഞാനല്ല അമേരിക്കയിൽ പോയത്, ഭാഗവതമാണ് എന്നെ അവിടെ എത്തിച്ചത്, ഭാഗവതമാണ് പോയത്, ഞാൻ ഭാഗവതത്തിന്റെ കൂടെ പോയതാണെന്ന് പറയുന്നു. അപ്പൊ ഭാഗവതമായിട്ട് അദ്ദേഹം അവിടെ പോയി പിന്നെ നമുക്കറിയാം, പിന്നെല്ലാം ചരിത്രമായിരുന്നു. ലോകമെമ്പാടും സഞ്ചരിച്ചു, 108 ക്ഷേത്രങ്ങൾ പണിഞ്ഞു, ഈ ഹിപ്പീസിനെ എല്ലാം ഹാപ്പികളാക്കി മാറ്റി അദ്ദേഹം. പിന്നീട് അദ്ദേഹം തന്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും എന്തായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്? തന്റെ മരണക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം എന്തായിരുന്നു ചെയ്തത്? ഭാഗവതം വിവർത്തനം ഭാഗവതം ചെയ്തു. ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു, ഭാഗവതം ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അദ്ദേഹം എത്ര സ്ട്രെസ്സാണ് ആ ഭാഗവതത്തിൽ കൊടുത്തിരുന്നത്, ഭാഗവതം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തത്. അപ്പൊ അദ്ദേഹം 10ാമത്തെ സ്കന്ധം 13ാമത്തെ അധ്യായം വരെ അദ്ദേഹത്തിന്റെ ശരീരം, അതിനുശേഷം ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നു. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് തന്റെ ശിഷ്യന്മാരാണ് ചെയ്തത്. അപ്പൊ അത്രയും തന്റെ ജീവൻ കൊടുത്താണ് ശ്രീമദ് ഭാഗവതത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. പക്ഷെ നമ്മൾ ശിഷ്യന്മാര്, അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വന്ന അടുത്ത ജനറേഷൻ, എല്ലാ സൗഭാഗ്യങ്ങളും നമുക്കുണ്ട്. ഈ റഷ്യയിലുള്ള ഒരു മാതാജി ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, കുഞ്ഞുമായിട്ടാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോയത്. അങ്ങനെ അവരെ എന്ത് ചെയ്തു? ജയിലിലടച്ചു. ജയിലിലുള്ള ആ പീഡനം കാരണം തന്റെ കുഞ്ഞു മരിച്ചുപോയി. അപ്പൊ അത്രയും ത്യാഗമാണ് ആ സമയത്ത് പ്രഭുപാദയുടെ ശിഷ്യന്മാര് ചെയ്തത്. ഇന്ന് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, നമ്മളെ ആരും ജയിലിൽ പിടിച്ചിടില്ല, ഒന്നും ചെയ്യില്ല. ജസ്റ്റ് കൂടുതൽ പോയാൽ നമ്മളൊന്ന് ഫോൺ ചെയ്താൽ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അവരെന്തെങ്കിലും ഇവര് ഇങ്ങനെയാണ് എന്തെങ്കിലും മോശമായിട്ട് പറയുകയായിരിക്കും. അതിൽ കൂടുതൽ ഒന്നും ആർക്കും ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? എന്ത് ചെയ്യാനാണ്? പക്ഷെ നമ്മള് മുന്നിട്ടിറങ്ങണം. നമ്മുടെ ഗുരു പരമ്പര അത്രയും ത്യാഗമാണ് നമ്മളുടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ശ്രീല പ്രഭുപാദർ ചെയ്ത ത്യാഗം, അദ്ദേഹം ബുക്സ് ആർ ദ ബേസിസ് എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിന് തുല്യമായി ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു സാഹിത്യവുമില്ല. ഇതിനോട് ഉപമിക്കാൻ മറ്റൊന്നുമില്ല. ഇതിനൊരു മത്സരവുമില്ല. ഇതിലെ ഓരോ വാക്കും മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഏതെങ്കിലും വിധത്തിൽ ഈ പുസ്തകം ഒരാളുടെ കൈകളിൽ എത്തിയാൽ അയാൾക്ക് അതിന്റെ ഗുണം ലഭിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയധികം ഊന്നൽ നൽകി പറയുന്നത്. ദയവായി പുസ്തകങ്ങൾ വിതരണം ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട് ബുക്സ്, ഡിസ്ട്രിബ്യൂട്ട് ബുക്സ്, ഡിസ്ട്രിബ്യൂട്ട് ബുക്സ്, അതാണ് പറയുന്നത്. പുസ്തകം വിതരണം ചെയ്യുക. 3 വട്ടം അത്രയും സ്ട്രെസ് ചെയ്ത് പ്രഭുപാദര് പറയാണ്. ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ പടം എന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ വട്ടത്തിൽ കാണിച്ചിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്? ഇത് നമ്മുടെ ഗൗഡിയ മഠത്തിന്റെ ലോഗോയാണ്, ലോഗോ. ഓക്കെ, അപ്പൊ ഈ ലോഗോയിൽ ഇവിടെ കാണാം വിധി രാഗ്, അതായത് വൈദ്യ സാധനാ ഭക്തി, രാഗാനുഗ സാധനാ ഭക്തി. പിന്നെ ഇവിടെ കാണാം, കണ്ടോ, ഭാഗവതം, ഇവിടെ രാധാകൃഷ്ണ, പിന്നെ ഇവിടെ അർച്ചനത്തില് കാണിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇത് കീർത്തനമാണ്. കീർത്തനത്തില് 2 പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഈ കീർത്തനം, തല തിരിച്ചു നോക്കേണ്ടി വരും. അതിൽ ഈ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ഇത് കണ്ടാൽ മനസ്സിലാവും. കീർത്തനത്തിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? മൃദംഗമല്ലേ? മൃഗം. അതിന്റെ മൃദംഗം. തൊട്ടടുത്തിരിക്കുന്നത് എന്താന്ന് മനസ്സിലായോ? അതാണ് പ്രിന്റിംഗ് മെഷീൻ. പ്രിന്റിംഗ് മെഷീൻ. അപ്പൊ എത്ര പ്രാധാന്യമാണ് പ്രിന്റിംഗ് മെഷീന്. ബുക്ക് പ്രിന്റ് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിന് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഗൗഡിയ മഠത്തില് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഉള്ളപ്പോ, അപ്പൊ അത്ര പ്രാധാന്യം നമ്മളുടെ ഗുരുപരമ്പര ബുക്ക് ഡിസ്ട്രിബ്യൂഷന് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മള് പ്രിന്റിംഗ് മെഷീന് താഴെ എന്താണ് ഇരിക്കുന്നത്? ഈ എഴുതിയിരിക്കുന്നതാണോ? അല്ല, അതിന്റെ താഴെ എന്താ? മൃദംഗം മാതാജി. മൃദംഗം. ഗുരു ഗൗഡിയ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതെ, കീർത്തനം എന്നാ എഴുതിയിരിക്കുന്നത് അല്ലേ? ഈ എഴുതിയിരിക്കുന്ന കീർത്തനം. ഇവിടെ കീർത്തനം. അർച്ചന, ഇവിടെ കീർത്തനം. കീർത്തനത്തിൽ വരുന്നതാണ് മൃദംഗം. നമ്മൾ കീർത്തനം ചെയ്യാന്ന് പറഞ്ഞാൽ പ്രീച്ചിങ്ങും കീർത്തനത്തിൽ വരികയാണ്. മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെ? നമ്മുടെ കൃഷ്ണാബോധത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഇസ്കോൺ പ്രസ് റിമെയിൻസ് അവർ ബിഗ് മൃദംഗ ആൻഡ് ദ ബാക്ക് ബോൺ ഓഫ് അവർ മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദർ ലെറ്റർ 1970 കൊടുത്ത ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതൊരു ബൃഹത് മൃദംഗമാണ്. ഈ പ്രസ്, ബുക്ക് പ്രിന്റ് ചെയ്യുക, കൂടാതെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ അത്രയും പ്രാധാന്യം നമ്മുടെ ഗുരുപരമ്പര കൊടുക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിന്.
കൂടാതെ ഇവിടെ പ്രഭുപാദർ ഒരു ലെക്ചറിൽ പറഞ്ഞാണ് നമുക്ക് എങ്ങനെ ഭഗവത് പ്രേമത്തിൽ എത്തണം എന്ന് അറിയണമെങ്കിൽ ഭാഗവതം പഠിക്കുക. കൂടാതെ കൃഷ്ണൻ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൃഷ്ണൻ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ഭാഗവതം, ശ്രീമദ് ഭാഗവതം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്തമ, ഭഗവത്ഗീതയിൽ 18:69 പറയുന്നുണ്ടല്ലേ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാണ്? മറ്റാരുമല്ല. ആരാണോ എന്റെ ഉപദേശം മറ്റുള്ളവർക്ക് എത്തുന്നത് അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ചൈതന്യ ചരിതാമൃതത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നു, യാരേ ദേക്കോ താരേ കഹോ കൃഷ്ണ ഉപദേശ്. കൃഷ്ണ ഉപദേശം എവിടെയാണുള്ളത്? ഭഗവത്ഗീതയില്, ശ്രീമദ് ഭാഗവതത്തില്. ഇപ്പൊ ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിലും നൽകിയിരിക്കുന്നത് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആജ്ഞകൾ പാലിക്കാൻ എല്ലാവരോടും നിർദ്ദേശിക്കുക. ഈ രീതിയിൽ ഒരു ആത്മീയ ഗുരുവായി മാറുകയും ഈ ദേശത്തുള്ള എല്ലാവരെയും മോചിപ്പിക്കാൻ ശ്രമിക്കുകയും വേണം. ഇനി ശ്രീമദ് ഭഗവത്ഗീത എന്നത് ആത്മീയ ജീവിതത്തിലെ പ്രാഥമിക പഠനമാണ്. ആത്മീയ ജീവിതത്തിലെ ABCD ആണ് ശ്രീമദ് ഭാഗവതം. ആളുകൾക്ക് ഭഗവത്ഗീതയുടെ ഹരിശ്രീ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഉപരിപഠനം, ഗ്രാജുവേറ്റ് സ്റ്റഡി, എല്ലാം അതിനകത്തുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ എല്ലാം ഉണ്ട്. നിർഭാഗ്യവശാൽ അത് നമ്മൾ വിതരണം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കൃഷ്ണാബോധ പ്രസ്ഥാനം ഈ സാഹിത്യങ്ങൾ, പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതം വിതരണം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ലെക്ചറിൽ ശ്രീല പ്രഭുപാദർ 1977 കൊടുത്ത ഒരു ലെക്ചറിൽ പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം, ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ 18 ബുക്കുകളുണ്ട്, 18,000 ശ്ലോകങ്ങൾ. 95% കൃഷ്ണ ഉപദേശം ഉള്ളത് ശ്രീമദ് ഭാഗവതത്തിലാണ്. ഭഗവത്ഗീതയിലോ ഒരു ബുക്കാണ്, 700 ശ്ലോകങ്ങൾ. കൂടാതെ ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നില്ലേ, ആരാണോ എന്റെ ജനനത്തെക്കുറിച്ചും എന്റെ കർമ്മത്തെക്കുറിച്ചും അറിയുന്നവൻ. അത് ഏത് ശ്ലോകമാണ്? ജന്മകർമ്മജമീ ദേവം യോഗേതി ആ ദേഹം പുനർജന്മ ദേഹം പുനർജന്മ നേതി അർജുന. ഭഗവത്ഗീതയില് 4-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായത്തിൽ ആ ശ്ലോകത്തിൽ ഭഗവാൻ അത് പറയുന്നുണ്ട്. ഭഗവാന്റെ ജന്മവും കർമ്മവും എവിടെയാണുള്ളത്? എവിടെയാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്? ശ്രീമദ് ഭാഗവത്. ഭാഗവതത്തില്. ആ ശ്രീമദ് ഭാഗവതം അറിഞ്ഞാലല്ലേ നമുക്ക് ഭഗവാന്റെ ജന്മവും കർമ്മവും അറിയാൻ പറ്റൂ. അപ്പൊ ഭഗവാന്റെ അടുത്ത് പോകണമെങ്കിൽ 4-ാം അധ്യായം 9-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എന്റെ രൂപത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അതീന്ദ്രിയ സ്വഭാവം അറിയുന്ന ആൾ ശരീരം വിട്ടാൽ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും ജന്മമെടുക്കില്ല. ഹേ അർജുന, എന്റെ ശാശ്വതമായ വാസസ്ഥലത്തിലെത്തുന്നു. അപ്പൊ അത് അറിയുന്നത് എവിടെയാണ്? ശ്രീമദ് ഭാഗവതത്തിലാണ് ജന്മകർമാചമേദിക്കുമുള്ളത്. കൂടാതെ മച്ചിത്ത മദ്ഗത പ്രാണാബോധയന്ത പരസ്പരം കഥയന്തശ്ചമാം നിത്യം ദുഷ്യന്തിച്ച രമന്തിച്ച. അപ്പൊ മച്ചിത്ത മദ്ഗത, ഭഗവാനെ കുറിച്ചുള്ള കഥകളൊക്കെ പറയുന്നത് എന്ത് കഥകളാണ് നമ്മൾ പരസ്പരം പറയുന്നത്, ഭക്തന്മാര് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത്? ഭാഗവതത്തിലെ ഭഗവാന്റെ ലീലകളെല്ലാം പറയില്ലേ. അതുകൊണ്ട് ഭാഗവതം നമ്മള് മറ്റുള്ളവരിൽ എത്തിക്കണം. ഭാഗവതം അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മള് എല്ലാവരുടെയും അഭ്യുദയകാംക്ഷിയാണോ? എല്ലാവരുടെയും അഭ്യുദയകാംക്ഷിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാഗവതം നമ്മൾ വിതരണം ചെയ്യണം. നമുക്ക് ജീവദയ, ഒരു മറ്റ് ഭക്തന്മാരുടെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് ജീവദയ, അല്ലെ? അപ്പൊ മറ്റുള്ളവർക്ക് ആ കാരുണ്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഭാഗവതം വിതരണം ചെയ്യണം. നമ്മളുടെ ഒരേ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മറ്റൊരു ബിസിനസ്സിന്റെയും ആവശ്യമില്ല. ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, നമുക്ക് ആ ഒരു ഉത്സാഹവും നമ്മളുടെ ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആത്മീയമായിട്ട് നമ്മൾ സ്ട്രോങ് ആയിരിക്കും. ആത്മീയ പുരോഗതി നമുക്കുണ്ടാകും. അങ്ങനെ ലോകം മൊത്തം എല്ലാവർക്കും കൃഷ്ണാബോധം ഉണ്ടാവും. ഇപ്പൊ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതം അത്രയും പ്രാധാന്യമാണ്. നമ്മുടെ ഗുരുവിനെയും ഗുരു പരമ്പരയ്ക്കെയും നമ്മൾ പ്ലീസ് ചെയ്യുന്നത് ബുക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ്. ഇനി പലരും പറയുമല്ലോ, ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഇവരൊന്നും വായിക്കില്ലല്ലോ, പിന്നെ എന്ത് പ്രയോജനം? ഇപ്പൊ ശ്രീല പ്രഭുപാദർ ഇവിടെ പറയുന്നുണ്ട്, വായിച്ചില്ലെങ്കിലും അവന് ഒരു കുഴപ്പമില്ല, അവനെ ആ ഭാഗവതം അവനെ സഹായിക്കും. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി ശ്രീമദ് ഭാഗവതം വാങ്ങിച്ചു, പക്ഷേ അത് സൂക്ഷിച്ചു വെച്ച് അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഷെൽഫിൽ സൂക്ഷിച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഈ പുസ്തകം എത്ര മനോഹരമാണ് എന്നൊക്കെ ചിന്തിക്കും, പക്ഷെ വായിക്കുന്നില്ല, അതിന് സമയം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പ്രഭുപാദർ അതിനുള്ള ഉത്തരം പറഞ്ഞതാണ്, അത് സാരമില്ല, അദ്ദേഹം ആ പുസ്തകം ആദരവോടെ സൂക്ഷിക്കുന്നുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ജീവിതം സുരക്ഷിതമാക്കുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഭഗവാനുമായി സമ്പർക്കത്തിലാകുന്നു. ആരാണ് ഭക്തിയോടും സ്നേഹത്തോടും കൂടി ഈ പുസ്തകം കൈവശം വയ്ക്കുന്നത്, അവർ ഭഗവാനുമായി ബന്ധപ്പെടുന്നു. കാരണം ഈ പുസ്തകങ്ങൾ ഭഗവാന്റെ പ്രതിരൂപമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അവർ വായിക്കില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. തീർച്ചയായിട്ടും ഭാഗവതം അവരെ ഇൻസ്പയർ ചെയ്ത് വായിപ്പിച്ചോളും.
നമുക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു വീട് വേണമെന്ന് ഉണ്ടെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതമാണ്. ഇത് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രോബ്ലങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അത് ശ്രീമദ് ഭാഗവതമാണ്. ഇപ്പൊ ഭാഗവതം വായിക്കുന്നതിനെ കുറിച്ച് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, ഈ ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ബുക്കും കത്തി നശിച്ചാലും ചാമ്പലായാലും ഭാഗവതം ഉള്ളവന് ഒരു നഷ്ടവുമില്ല. അതാണ് ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഒരു നഷ്ടവുമില്ല. അത് ഏത് ബുക്കാണ്? ശ്രീമദ് ഭാഗവതം ഉണ്ടെങ്കിൽ അവനൊന്നും നഷ്ടപ്പെടാനില്ല. ഈ ലോകത്തുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ലാതായാലും അവന് ഭാഗവതത്തിന്റെ ഉള്ള മെസ്സേജും അത് പഠിക്കാനും സാധിച്ചാൽ അവന് ഒരു നഷ്ടവുമില്ല. അപ്പൊ അതാണ് ശ്രീമദ് ഭാഗവതം. അപ്പം കൂടുതലും ശ്രീമദ് ഭാഗവതം എന്താണ്, ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. ഇതിനകത്ത് ഒരുപാട് ഐഡിയാസ് എങ്ങനെ നമുക്ക് ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നെല്ലാം നമുക്ക് വൈകുണ്ഠവാണി ബുക്സ് ഉണ്ട്. അതിൽ 4 ബുക്കുകളുണ്ട്. കൂടാതെ കണ്ടോ ഇവിടെ ഒരു റേഡിയോ കണ്ടോ, വയർലെസ് റേഡിയോ. ഇതിനകത്ത് പ്രഭുപാദരുടെ 2300 മണിക്കൂറുള്ള ലെക്ചേഴ്സ് ഉണ്ട്. ഈ ലെക്ചേഴ്സ് എല്ലാം ശ്രീല പ്രഭുപാദ ലെക്ചേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് വാങ്ങിച്ചാൽ നമുക്ക് ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള എന്താണ് ഐഡിയാസ് 108 ഐഡിയാസ് ഉണ്ട്. കൂടാതെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ പ്രഭുപാദരുടെ ഈ ലെക്ചേഴ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കും. നമുക്ക് ഫോണിലൊക്കെ കേട്ടാൽ തന്നെ അതിൻ്റെ ഇടയിൽ പരസ്യം വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്സ് വരും. അതൊക്കെ വന്ന് നമ്മൾ ഡിസ്ട്രാക്ഷൻ വരും. ഇത് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ശ്രീമദ് ഭാഗവതം നമുക്ക് കേൾക്കാം. ഭാഗവതം മാത്രമല്ല, ഭഗവത്ഗീത ലെക്ചേഴ്സ് ഉണ്ട്, ഭാഗവതം ലെക്ചേഴ്സ് ഉണ്ട്, ചൈതന്യ ചരിതാമൃതം ഉണ്ട്, ഈശോപനിഷത്ത്, ബ്രഹ്മസംഹിത, പിന്നെ മോർണിംഗ് വാക്ക്, കോൺവെർസേഷൻസ്, എല്ലാ ഇന്റർവ്യൂസ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. 4100 പരം ഓഡിയോ റെക്കോർഡിങ്സ് ആണ് ശ്രീല പ്രഭുപാദയുടെ ഈ ഒരു സെറ്റിലുള്ളത്. 64 GB ഒരു മെമ്മറി കാർഡാണ് ഇതിനകത്തുള്ളത്. നമുക്ക് എവിടെ പോകുമ്പോഴും ഇത് കൊണ്ടുപോകാം. നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും ഇത് കേട്ടോണ്ടിരിക്കാം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ, നമ്മൾ വാഷ് ചെയ്യുമ്പോൾ, വേറെ ഇപ്പം യാത്ര ചെയ്യുമ്പോൾ, കാറിൽ പോകുമ്പോഴെല്ലാം ഇത് ഓൺ ചെയ്താൽ നമുക്കിത് കേൾക്കാൻ സാധിക്കും. ഞാനിതിപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും നമുക്ക് പ്രഭുപാദരുടെ ലെക്ചേഴ്സ് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കാം. പ്രഭുപാദരുടെ ആ ശബ്ദ തരംഗം നമ്മളുടെ ചെവിയിലൂടെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമുക്ക് ഇത് ഇംഗ്ലീഷ് അല്ലേ, എനിക്ക് മനസ്സിലാവില്ല, അങ്ങനെ ചിന്തിക്കണ്ട. നമ്മൾ കേട്ട് 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 വരുമ്പം വളരെ സിമ്പിൾ ഇംഗ്ലീഷിലാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. നമ്മൾ ജസ്റ്റ് കേൾക്കാം. ഇതിനകത്ത് പ്രഭുപാദയുടെ കീർത്തനമുണ്ട്. കീർത്തനം നമുക്ക് കേൾക്കാം. കൂടാതെ ഇതിൽ എത്രാമത്തെയാണ്, ഏത് ലെക്ചറാണ് വേണ്ടത് എന്ന് അറിയാനായിട്ട് ഇതിനകത്ത് ഈ വൈകുണ്ഠവാണി ബുക്കുണ്ട്. ഈ ബുക്കിനകത്ത് ഓരോ നമ്പേഴ്സും, അതിനകത്ത് ഓരോ ഈ നമ്പേഴ്സ് കൊടുത്തിട്ട് ഏത് ലെക്ചർ എവിടെയാണ്, ഏത് നമ്പർ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ആ ലെക്ചർ കിട്ടുക എന്നുള്ളത് ആ ബുക്കുണ്ട്. പിന്നെ ടീച്ചിങ് മീൻസ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു ബുക്കിൽ നമുക്ക് പ്രഭുപാദർ എത്ര സ്ട്രെസ്സാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷന് കൊടുത്തത്, അതിൻ്റെ എല്ലാ കോഡ്സും വരുന്നുണ്ട്. കൂടാതെ നമുക്ക് യു മസ്റ്റ് റീഡ്, പ്രഭുപാദർ പറഞ്ഞിട്ടുള്ള റീഡ്, നമ്മൾ വായിക്കണം, അതിനെക്കുറിച്ചുള്ള കോഴ്സ് എല്ലാം വരുന്ന പുസ്തകങ്ങളും ഈ വൈകുണ്ഠവാണിയിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും വൈകുണ്ഠവാണി വാങ്ങിച്ചാൽ നമുക്ക് ഭാഗവതം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ള 108 ഐഡിയാസും കാണും. കൂടാതെ ആൾക്കാർ സാധാരണ ചോദിക്കുന്ന, ഫ്രീക്വന്റ്ലി അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഉത്തരങ്ങളും ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രീമദ് ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് മഹാരാജിന്റെ വ്യാസപൂജ വരികയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്യാസപൂജയ്ക്ക് നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഓരോ ഭക്തരും അറ്റ്ലീസ്റ്റ് 2 ഭാഗവതം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണം എന്നൊരു ഒരു വാക്ക് നമുക്ക് ഗുരുമഹാരാജിന് കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഗുരുമഹാരാജിന് ഒരുപാട് സന്തോഷമായിരിക്കും. കാരണം ഗുരുമഹാരാജിന് തൻ്റെ ഗുരു കൊടുത്ത നിർദ്ദേശമാണ് 10,000-ൽ പരം ബുക്കുകൾ ഓരോ മാസവും ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാനും നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ. ഈ വൈകുണ്ഠവാണി എനിക്ക് തോന്നുന്നു പലരും വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ബ്രഹ്മോത്സവത്തിന് വന്ന് ചിലർ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ട് മാതാജി, വാങ്ങിയില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും പ്രഭുപാദനെ കേൾക്കാം. പിന്നെ ഇതുപോലെ ബുക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഇത് സഹായിക്കുന്നതാണ്. സമയം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് മാതാജി നിർത്തണമെന്നില്ല. നമുക്ക് ഇനിയും വേണം സംസാരിക്കാം. മാതാജിക്ക് പറയാനുണ്ടെങ്കിൽ ഇനിയും പറയാം. സമയം
ഇല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എങ്ങനെയാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അതിനെന്തെങ്കിലും. ഹരേ കൃഷ്ണ. അപ്പൊ ഇപ്പം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തത്, ഞാനെന്ന് പറഞ്ഞാൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു പ്രാധാന്യം എന്നെ കൊണ്ട് കുറച്ചൊക്കെ കൊച്ചു ബുക്സ് തന്നെ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മാതാജിയിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ 80ഓളം ശ്രീമദ് ഭാഗവതം ഈ 2 മാസം കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശ്രീ വ്യാസപൂജ ആകുമ്പോഴേക്കും 108 ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് പ്രഭുപാദർക്ക് ഗുരുമഹാരാജിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ്. കുറെ പേര് ഇനിയും വന്നിട്ടുണ്ട് ഭാഗവതം വാങ്ങിക്കാൻ. അപ്പൊ ഇത് വാങ്ങിക്കാനായിട്ട് നമ്മൾ ഫുൾ പേയ്മെന്റ് ചെയ്യുന്നവർ കുറവായിരിക്കും, ഉണ്ട്, എന്നാലും അവരുടെ എണ്ണം കുറവായിരിക്കും. നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്ത ഒരു മാതാജി എന്ന് പറഞ്ഞാൽ വളരെ സാധുവാണ്, അധികം സമ്പത്ത് കയ്യിലില്ല, വരുമാനമില്ല. എന്നിട്ടും ആ മാതാജി ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, തൻ്റെ പ്രഭുപാദയുടെ ആ നിർദ്ദേശം പാലിക്കാൻ വേണ്ടി മാതാജി എന്ത് ചെയ്യുന്ന വെച്ചാൽ തൻ്റെ ചെവിയിലുള്ള ഒരു കുറച്ച് പൊന്നുണ്ടായിരുന്നു, ആ സ്വർണം പണയം വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊടുത്ത് 5 ഭാഗവതം സെറ്റ് ഫുള്ള് വാങ്ങി. എന്നിട്ട് ആ ഭാഗവതം അമ്മ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ കുറെ സെറ്റ് ഭാഗവതം നമ്മളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ പറയുന്നത് നമ്മളെ വീട് നിറച്ചും ഭാഗവതമായിരിക്കണം, നമുക്ക് ഉറങ്ങാൻ പോലും സ്ഥലം കാണരുത്. അപ്പൊ നമുക്ക് ആ ഒരു എന്തൂസിയാസം വരും, ഉത്സാഹം വരും ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പൈസ നമ്മൾ ഇപ്പൊ മക്കളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നുണ്ട്, കല്യാണത്തിന് ലോൺ എടുക്കുന്നുണ്ട്, വീട് പണിയാൻ ലോൺ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഭഗവാന് വേണ്ടി, ഭാഗവതത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യണില്ല? കാരണം നമ്മൾ എല്ലാവരും ഒരു കംഫർട്ട് സോണിലാണ് ഇരുന്നാണ് ഭക്തി ചെയ്യുന്നത്. നമ്മൾ ആ കംഫർട്ട് സോണിൽ വെളിയിൽ വരണം. നമ്മുടെ ഗുരു പരമ്പര നമ്മൾ അത്രയും ത്യാഗം ചെയ്തു. നമ്മളൊക്കെ ഒരുപാട് എന്താണ് സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ച പോലാണ് കൃഷ്ണാബോധം ചെയ്യുന്നത്. കാരണം നമുക്ക് മുമ്പുള്ള പ്രഭുപാദയുടെ സമയത്തുള്ള ശിഷ്യന്മാരൊക്കെ ഒരുപാട് ത്യാഗം ചെയ്തു. നമ്മൾ പറഞ്ഞില്ലേ, റഷ്യയിലുള്ള മാതാജി സ്വന്തം കുഞ്ഞുവരം നഷ്ടപ്പെടേണ്ടി വന്നു. അപ്പൊ അത്രയും ത്യാഗം ചെയ്താണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ മുന്നിട്ട് വരണില്ല? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നല്ലൊരു എഫേർട്ട് നമ്മൾ ഇട്ടാൽ, നമ്മൾ ജസ്റ്റ് ഇപ്പം പറയും, നമ്മൾ നീന്താൻ പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയാലേ നീന്താൻ പഠിക്കൂ. അപ്പൊ നമ്മൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇറങ്ങിയാൽ മതി, ബാക്കി ഭഗവാൻ നമ്മളെ സഹായിക്കും. ഏ യഥാമ പ്രപദ്യന്തേ സ്താം തദൈവ ഭജാമ്യഹം, ഭഗവാൻ പറയില്ലേ. നമ്മളൊന്നും മുന്നിട്ട് ഞാൻ ഇതിനു വേണ്ടി പ്രയത്നിക്കുക, അത് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയോന്ന്. ഈ ചെറിയ സമയം കൊണ്ട് ഇത്രയും ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഭുപാദയുടെ കാരുണ്യമാണ്. പ്രഭുപാദ കാരുണ്യം ഇല്ലാതെ നമുക്ക് നമ്മുടെ നാവിൽ നാമം ജപിക്കാൻ പോലും സാധിക്കില്ലല്ലേ. അപ്പോൾ നമ്മള് ആത്മാർത്ഥമായിട്ട് അതിന് ശ്രമിച്ചാൽ ഭഗവാൻ നമുക്ക് പല സോഴ്സുകൾ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കും, നമ്മളെ അതിന് സഹായിക്കും. ഭഗവാൻ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഭഗവാൻ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ ഗുരു പരമ്പര നമുക്ക് മനസ്സിലാവും. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാതാജി കിട്ടിയ ഇൻസ്പിറേഷൻ ഉജ്ജ്വല ദേവിദാസി മാതാജിയുടെ അടുത്തായിരിക്കും അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? അതെ, ഉജ്ജ്വല മാതാജി ഇവിടെ ഉണ്ട്. ഉണ്ട് മാതാജി, എനിക്കത് കാണുന്നുണ്ട്, ഇവിടെ കാണാം. ഹരേ കൃഷ്ണ മാതാജി കണ്ണൂർ ഒരു ദിവസം ക്ലാസ് എടുത്തിരുന്നു, പല പ്രാവശ്യം ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒറ്റ ദിവസം ക്ലാസ്, 1 മണിക്കൂർ ക്ലാസ്സിനിടയിൽ 9000 രൂപയുടെ പുസ്തകം ആ ക്ലാസ് തീരുമ്പോഴത്തേക്ക് വിറ്റ് തീർന്നിരുന്നു മാതാജി. അതാണ് ഉജ്ജ്വല, ഡോക്ടർ ഉമ്മ മാതാജി. അതെ അതെ, എനിക്കറിയാം, എനിക്ക് 5-8 വർഷമായിട്ട് മാതാജി അറിയാം. ഓക്കെ. അതുമാതിരി മാതാജി കപ്പാസിറ്റി ആരുണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്തോ പ്രഭു, ക്ലാസ് തീരുമ്പോഴത്തേക്ക് 9000 രൂപ പുസ്തകം വിറ്റ് തീർന്നു അവിടെ കണ്ണൂർ. അതെ ഡോക്ടർ മാതാജിയുടെ ക്ലാസ് അതായിരുന്നു. മാതാജി എന്നോട് പറഞ്ഞത്, ഇപ്പം മാതാജി ബേസിക്കലി ഉടുപ്പിയിലാണ്. അപ്പം മാതാജിക്ക് അറിയാത്ത ലാംഗ്വേജ് ഇല്ല. തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി, മലയാളം ഒക്കെ പറയും. അപ്പം മലയാളം അവർ കണ്ണൂരുണ്ടായിരുന്നു മാതാജി. ഉണ്ടായിരുന്നു. കണ്ണൂരുണ്ടായിരുന്നു. അപ്പൊ മലയാളം പറയാനായിട്ട് മാതാജി പറഞ്ഞു, എന്തായാലും എനിക്ക് മലയാളം നന്നായിട്ട് അറിയാലോ, ഞാൻ ജസ്റ്റ് പറയാം. അപ്പൊ മാതാജിയെ പ്രതിനിധീകരിച്ച് ഞാൻ പറയുകയാണ്.
കൂടാതെ ഇത് നമ്മളെ ഗുരുപരമ്പരയിലും ഇത് പ്രയോജനമാണ്. അപ്പം ഇവിടെ ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ക്ലാസ്സിലുള്ള മിക്കവരും ഭാഗവതം ഉള്ളവരായിരിക്കുമെന്ന് വിചാരിക്കുന്നു, അല്ലേ? എല്ലാവരും ഭക്തരാണ്. ഭക്തിയിൽ ആദ്യം വന്നവരായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കൂടുതലും ഹരേ കൃഷ്ണ. ഭാഗവതം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? ശ്രീമദ് ഭാഗവതം. മാതാജി ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. हरे कृष्ण माता जी। യെസ് മാതാജി, പ്ലീസ് ഷെയർ. ആ ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും മർസി കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഈ മർസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പ്രസാദം പ്ലേറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ മാത്രമേ കഴിക്കാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ പ്രഭുപാദരുടെ പ്രസാദം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ വളരെ സീനിയർ ഡിവോട്ടീസാണ് ഇവിടെ. നമ്മൾ ശരിക്ക് അത്ര പറയുന്ന ആവശ്യമൊന്നുമില്ല, ഭയങ്കര സീനിയർ ഡിവോട്ടീസാണ് അവർ. ഇത് സീരിയസ് ആയി എടുത്താൽ കേരളത്തിൽ ഫസ്റ്റ് ഹർഘർ ഭാഗവതം ഉണ്ടാവും. കേരള വിൽ ബി ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു മേക്ക് ഹർഘർ ഭാഗവതം റിയാലിറ്റി. പ്രഭുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇത് സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% ആയിട്ട് ചെയ്യാം. മലയാളീസിന് ഒരു വളരെ നല്ല ഒരു നേച്ചറുണ്ട്. അത് പുസ്തകം വായിക്കും. വേറെ സ്ഥലത്തിൽ ഇവിടെ കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ, പിന്നെ നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും കുറച്ച് ലേസിയാണ് ആൾക്കാർ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മലയാളീസിന് പുസ്തകം വായിക്കുന്ന വളരെ ഒരു നല്ല നേച്ചറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പറഞ്ഞാൽ അവർ മേടിക്കും. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ട്രൈ ചെയ്യണം പ്രഭുപാദിന് വേണ്ടിയിട്ട്. വളരെ വലിയ റിസൾട്ട് കിട്ടും. ഇന്ന് 10 ദിവസം മുമ്പ് ഞാൻ ഇവിടെ ട്രാൻസ്ഫറായി. അപ്പോൾ ഒരു ഡോക്ടറിനെ ഞാൻ ഭാഗവതത്തെ കുറിച്ച് പറഞ്ഞു. അവർ മേടിച്ചു. പിന്നെ 10 ദിവസം മുന്നേ മേടിച്ചതാണ്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ വായിക്കുകയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ന് അവർ വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, എനിക്ക് ജപമാല വേണോ, എനിക്ക് ഗോപിചന്ദന വേണോ, എനിക്ക് എല്ലാം ഫോളോ ചെയ്യണം. അപ്പോൾ ഈ ഗോപിചന്ദന ഇടാൻ വേണ്ടിയിട്ട് ഏത് റൂൾസ്, ഏതായാലും റൂൾസ് ഉണ്ടെങ്കിൽ ഞാൻ ഫോളോ ചെയ്യാം, എനിക്ക് കുഴപ്പമില്ല. മാഡം എന്താ ഫോളോ ചെയ്യുന്നുണ്ടോ എല്ലാം എനിക്ക് ഫോളോ ചെയ്യണം. അപ്പോൾ ശരിക്കും ഭാഗവതത്തിൻ്റെ ഉള്ളിൽ അവർ എത്തിയിട്ടേ ഇല്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെയാണ്. പക്ഷേ ഇതാണ് പ്യൂർ ഡിവോട്ടി പ്രീച്ചിങ്ങിൻ്റെ പവറാണ്. ശ്രീല പ്രഭുപാദരുടെ ടച്ചിൽ വന്നാൽ അവർ 100% ചേഞ്ച് ആവും. അവർ തന്നെ ചിരിക്കുകയായിരുന്നു, ഇവിടെയെല്ലാം എന്നെ കളിയാക്കും. ഇപ്പോൾ 10 ദിവസത്തിൽ എന്താ ഇത് ഇത്ര 100% ഫോളോവറായിട്ട് മാറി, അങ്ങനെ എല്ലാവരും ചിരിക്കും. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിക്ക് ഇൻ്റലിജൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും കൃഷ്ണഭക്ത ആവണം. യജന്തി സുമേധസ എല്ലാം ഇൻ്റലിജൻറ്റ് ആൾക്കാർ കൃഷ്ണഭക്ത ആവണം, വളരെ നല്ലതാണ്, അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ വേദപ്രിയ മാതാജി വളരെ എന്താ പറയുക, ഒരു നല്ല സ്പീഡിൽ ഭാഗവതം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ മാതാജി അത്ര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കണം. പിന്നെ സീനിയർ ഡിവോട്ടീസ് മാതാജീനെ ഇനി എൻകറേജ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഭാഗവത ഡിസ്ട്രിബ്യൂഷനിൽ ഒരു സീരിയസ് ആയിട്ട് എടുത്താൽ മാതാജീന് ഇനി എൻകറേജ്മെൻറ്റ് കിട്ടും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അതായത് ഉജ്ജ്വല ദേവിദാസി മാതാജി അത്രയും കപ്പാസിറ്റി നമുക്കൊന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അതുമായി വേദപ്രിയ മാധവി ദേവിദാസി മാതാജിനെ പോലെയും ഉജ്ജ്വല ദേവിദാസി മാതാജി പോലെയും അത്രയും വലിയ കപ്പാസിറ്റി ഒന്നും നമുക്കൊന്നുമില്ല. ഹരേ കൃഷ്ണ പ്രഭു. അല്ല, എനിക്ക് എൻ്റെ ഇതിന്ന് മനസ്സിലായത് തീർച്ചയായിട്ടും പ്രഭുപാദയുടെ ഇത് മാത്രമാണ്. കാരണം എനിക്കൊരു കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് എനിക്കറിയാം. എല്ലാവരുടെ മുമ്പിൽ ഞാനൊന്നുമല്ല. പക്ഷെ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ തിരിച്ച് റെസിപ്രൊക്കേഷൻ കിട്ടിയത് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെച്ചാൽ തീർച്ചയായിട്ടും എല്ലാ വീട്ടിലും ഭാഗവതം എത്തും.
നമ്മൾ പ്രീച്ച് ചെയ്താൽ പലരും വാങ്ങിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട്സിലുള്ള ഞാൻ കൂടുതലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ, എൻ്റെ റിലേറ്റീവ് സർക്കിളിൽ, പിന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അവിടെയൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ കുറേ പേര് മുന്നോട്ട് വന്നു. അങ്ങനെ കുറേ പേര്, അപ്പം നമ്മൾ പറയാത്തത് കൊണ്ടാണ് അവർ വാങ്ങിക്കാഞ്ഞത്. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ആ പ്രീച്ച് ചെയ്താൽ ആ പ്രഭുപാദരുടെ ആ മേഴ്സി, എപ്പോഴും പ്രഭുപാദരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ പലരും മുന്നോട്ട് വന്നു, ഒട്ടും വാങ്ങിക്കില്ല എന്ന് പറഞ്ഞവർ. നമ്മൾ കുറച്ചൊന്ന് പുഷ് ചെയ്യണം. പിന്നെ നമുക്ക് മാംഗ്ലൂരിൽ കുറേ ഡിവോട്ടീസ് വന്നു, കുറേ പേര്. നമുക്ക് ഇതിലോടാണ് നമ്മൾ ഈ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തപ്പോൾ ഒരുപാട് പേര് മുന്നോട്ട് വന്നു. കുറേ പേര് ഫുൾ പേയ്മെന്റ് ചെയ്തവരും ഉണ്ട്. 10-15 പേര് ഫുൾ പേയ്മെന്റ് ചെയ്തു. പിന്നെ ട്രിവാൻഡ്രത്തും കുറേ പേര് വാങ്ങിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ കണ്ണൻ്റെ ഊരായിട്ടുള്ള കണ്ണൂരിലും ഇതുപോലെ നമുക്ക് ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് ഹോൾ കേരള എല്ലാ വീട്ടിലും ഹർ ഘർ ഭാഗവതം. കാരണം ധർമ്മം ഭാഗവതം ഇടാണോ അവിടെയാണ് ധർമ്മം ഉള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇതിനെക്കുറിച്ച് പ്രീച്ച് ചെയ്യുക. അപ്പോൾ പ്രീച്ച് ചെയ്യുമ്പോൾ അവർ വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ ഭാഗവതത്തെ ഗ്ലോറിഫൈ ചെയ്യാണ്. അപ്പോൾ ഭാഗവതത്തെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അത് നമുക്കും ശുദ്ധീകരണമാണ് ലഭിക്കുന്നത്. അപ്പോൾ അവർ വാങ്ങിച്ചില്ല എന്നും പറഞ്ഞ് നമുക്ക് ദുഃഖമില്ല. അപ്പോൾ ഇതൊരു അഡിക്ഷൻ പോലെ നമുക്ക് തോന്നും. ഇന്നൊരു ദിവസം, അപ്പോൾ ഇന്ന് ഞാൻ ഭാഗവതം ആരോടും പറഞ്ഞില്ലല്ലോ, ഞാൻ പിന്നെ കോണ്ടാക്ട്സ് നോക്കിയിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് വിളിക്കും. അപ്പം വിളിക്കുമ്പോൾ ചിലർ മുന്നിട്ട് വരും ഭാഗവതം വാങ്ങിക്കാനായിട്ട്. എന്നാലും നമുക്ക് ഭാഗവതത്തെക്കുറിച്ച് പറയാൻ ഒരു അവസരം കിട്ടുകയാണ് അവിടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാ ഡിവോട്ടീസ് മിനിമം 108 സെറ്റ്സ് ചെയ്യാൻ പറ്റും. എല്ലാ ഡിവോട്ടീസും അവർ ഫോണിൽ ഒരു 1000 കോണ്ടാക്ട്സ് ഉണ്ടാവും എല്ലാ ഫോണിൽ. അപ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് 100 ആൾക്കാർ നമ്മളെ അമ്പലത്തിൽ വരുമായിരിക്കും, ഇല്ല നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കും, ഇല്ല സ്കൂൾ ഫ്രണ്ട്സ് ആയിരിക്കും, ഇല്ല കൊലീഗ്സ് ആയിരിക്കും, നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ധാർമ്മിക വ്യക്തി ആയിരിക്കും. ഞാൻ ഇവിടെ ഒരു VHP ആണ്, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലീഡറിന് പറഞ്ഞു ഇങ്ങനെ ഭാഗവതം മേടിക്കണം, ഇത് സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ഗ്രന്ഥമാണ്, സാക്ഷാത് ഭഗവാൻ തന്നെ ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട്, നമ്മളെ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഇത്ര ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ധർമ്മ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയാണ്, യഥാ യഥാ ഈ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥയെ സംഭവാമി യുഗേ. ധർമ്മ സംസ്ഥാപന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്പോൾ കലിയുഗത്തിൽ ഭാഗവത രൂപത്തിൽ വന്നതാണ്. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്, എല്ലാവരും ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അപ്പോൾ ആൾക്ക് വളരെ ഇൻസ്പയറായി. അപ്പോൾ ഇവിടെ ഈ RSS ബൈടെക്കിൽ പോവുകയാണെങ്കിലും VHP മീറ്റിങ്ങിൽ പോവുകയാണെങ്കിലും ബജരംഗ് ദള മീറ്റിങ്ങിൽ പോവുകയാണെങ്കിലും ഏത് വീട്ടിൽ പോവുകയാണെങ്കിലും ഒരു ഗൃഹപ്രവേശത്തിന് പോവുകയാണെങ്കിലും ആൾ ഫസ്റ്റ് പറയുന്നത് നമ്മൾ ഹിന്ദുക്കളായിട്ട് നമ്മളെ വീട്ടിൽ ഭാഗവതം ഉണ്ടാവണം. അപ്പോൾ ആൾക്കാർ എനിക്ക് സമയമില്ല, ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഹിന്ദുക്കളല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഭാഗവതം ഉണ്ടാവണം, നമ്മളെ പൂജാമുറിയിൽ ഭാഗവതം ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കുറച്ച് പറയണം, അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഇതുവരെ ഒരു 20-25 സെറ്റ്സ് അവരുടെ ഫ്രണ്ട്സിന് മാത്രം ഭാഗവതം സെറ്റ് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആളത്രയ്ക്ക് പഠിച്ചിട്ടില്ല, ഭയങ്കര ബിസി ആളാണ്. പക്ഷെ ഭാഗവതം എല്ലായിടത്തും എത്തിക്കണം. അങ്ങനെ നമ്മൾ എല്ലാവരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് എല്ലാ ഡിവോട്ടീസ് മിനിമം 108 സെറ്റ്സ് ചെയ്യാൻ പറ്റും. ഇത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ ഡിവോട്ടീസിന് വേദപ്രിയ മാതാജി എന്താ ചെയ്യുന്നുണ്ടോ, കഥാമൃത പ്രഭു എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടോ, അതേപോലെ എല്ലാവർക്കും ഇത് സാധിക്കും. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണം. ഫസ്റ്റ് ടൈം നമ്മൾ ജപം ചെയ്യുമ്പോൾ എല്ലാവരും 16 മാല അങ്ങനെ തുടങ്ങിയിട്ടില്ല. കുറച്ച് ഓരോ മാല ചെയ്തിട്ട് 4 മാല ചെയ്തിട്ട് 8 മാല ചെയ്തിട്ട് 12 മാല ചെയ്തിട്ട് 16 മാലയ്ക്ക് എത്തിയതാണ്. അങ്ങനെ നമ്മൾ കുറച്ചായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെ ബ്രദേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, അങ്കിൾസ് ഉണ്ടാവും, ആൻറ്റീസ് ഉണ്ടാവും, പിന്നെ നമ്മൾ അമ്പലത്തിൽ വരുന്നവരെ കൂടെ ഭാഗവതം ഉണ്ടാവില്ല, അവർക്ക് ഞങ്ങൾ പുഷ് ചെയ്യണം. ഇപ്പോൾ 2 മാതാജി ട്രിവാൻഡ്രത്തിന് വിളിച്ചിരുന്നു ഭാഗവതം വേണോ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, പ്രഭുപാദ് പറഞ്ഞത് ഭാഗവതം ചൈതന്യ ചരിതാമൃതം 2 ഉണ്ടാവണം വീട്ടിൽ. അങ്ങനെ അപ്പോൾ 2 മാതാജി 2 ഭാഗവതം ചൈതന്യ ചരിതാമൃതം 2 മേടിച്ചു. അപ്പോൾ കുറച്ച് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ആൾക്കാർ 100% ആയിട്ട് മേടിക്കും.
എല്ലാത്തിനും വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് എത്രയോ ഫൈനാൻസിനെ വിളിക്കും, ലോൺ വേണോ, ബാങ്കിന് വിളിക്കും, ലോൺ വേണോ, കാർ എടുക്കാൻ വേണ്ടിയിട്ട് ലോൺ വേണോ, വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോൺ വേണോ, നമ്മൾ വേണ്ട വേണ്ട പറഞ്ഞാൽ എത്ര നമ്മൾ ഒരു ചീത്ത പറഞ്ഞാലും ഒരു വീണ്ടും വീണ്ടും വിളിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുക ഈ ആൾക്കാർ ഒരു ഇന്ദ്രിയ തൃപ്തിന് വേണ്ടിയിട്ട് എത്ര പ്രയത്നം ചെയ്യുന്നുണ്ട്, നമ്മൾ ഭാഗത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുക നമുക്ക് ഡിവോട്ടീസ് ഇങ്ങനെ ചെയ്യണം. എല്ലാവരും വിളിച്ചിട്ട് ഭാഗത്വം വേണം. എനിക്ക് ഒരു ആൾ എൻ്റെ അടുത്ത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് 10 കോൾ വന്നിട്ടുണ്ടാവും ഭാഗത്വം മേടിക്കണം അങ്ങനെ പറഞ്ഞിട്ട്. ഞാൻ ഈ പ്രാവശ്യം എന്തായാലും എടുത്തോളാം പറഞ്ഞിട്ട് ആൾ എടുത്തു. ഒന്നും പ്രീച്ച് ചെയ്തില്ല. 10ാമത്തെ പ്രാവശ്യം എനിക്കറിയില്ല, ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആൾ പറഞ്ഞു ഇത് 10ാമത്തെ പ്രാവശ്യമാണ് വിളിക്കുന്നത്, അപ്പോൾ ഞാൻ എന്തായാലും എടുക്കാം പറഞ്ഞിട്ട് എടുത്തു. അങ്ങനെ ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലോ നമ്മൾ പ്രീച്ച് ചെയ്യുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലോ ഭഗവാന് പരമാത്മായിട്ട് ഇൻസ്പയർ ചെയ്യും. ഇത്ര ഇവർ ശ്രമിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇൻസ്പയർ ചെയ്യായിട്ട് പറഞ്ഞിട്ട് ഭഗവാൻ പരമാത്മായിട്ട് ഇൻസ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ പ്രയത്നം ചെയ്യണം. ഭഗവാൻ ഇപ്പോൾ നമ്മൾ ജപ ചെയ്യുന്നുണ്ടോ, പ്രസാദം ഉണ്ടാക്കുന്നുണ്ടോ, കഴിക്കുന്നുണ്ടോ, അമ്പലത്തിൽ സേവ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ്, പ്രഭുപാദരുടെ കൃപ കൊണ്ടാണ്. അപ്പോൾ ഈ സേവ പോലെ സെയിം അതേപോലെയാണ്. അങ്ങനത്തെ വലിയ കഷ്ടമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഒരു സന്തോഷമാണ്. നമുക്ക് അത്ര ആനന്ദം കിട്ടും. ഓരോ ആൾക്ക് ഭാഗവതം. ഒരു മാതാജി കുവൈറ്റിനെ വിളിച്ചിരുന്നു കുറേ വർഷം, ഒരു 4-5 വർഷം മുമ്പ്. എനിക്കിപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സന്തോഷം എപ്പോഴും കിട്ടിയിട്ടില്ല. വളരെ നല്ല ഡിവോട്ടിയാണ്, കുറേ വർഷങ്ങൾ തൊട്ട് വളരെ സേവ ചെയ്യുന്ന ഡിവോട്ടിയാണ്, മാതാജിയാണ്. അവർ അണ്ടർ കുറേ മാതാജീസിനെ ഗൈഡ് ചെയ്യുന്ന ഡിവോട്ടിയാണ്. പക്ഷെ ഫസ്റ്റ് സെറ്റ് ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇങ്ങനത്തെ ഒരു ആനന്ദം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അത്ര സന്തോഷമാണ്. ഇപ്പോൾ എല്ലാ വർഷം മിനിമം 100 സെറ്റ്സ് മാതാജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ വേദപ്രിയ മാതാജിയുടെ മുഖത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഈ സന്തോഷം എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു 100 സെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ടാർഗറ്റ് നമ്മൾ എല്ലാവരും വെക്കണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വലിയ സേവ നമുക്ക് ചെയ്യാൻ പറ്റും. ഗുരു പരമ്പര പ്രഭുപാദ അത്ര ഒരു തപസ്യ ചെയ്തിട്ട് ഭാഗവതം കൊടുത്തതാണ്. 2 ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ശേഷം പ്രഭുപാദ് ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പ്രഭുപാദ് ഡെത്ത് ബെഡിൽ ഭാഗവതത്തിൻ്റെ ട്രാൻസ്ലേഷൻ പർപ്പട്ട് കൊടുത്തു. ഇത്ര ഒരു തപസ്യത്തിൻ്റെ ഫലമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് എടുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? എന്തായാലും ശ്രീമദ് ഭാഗവതം ശ്രമിക്കാനെങ്കിലും തീർച്ചയായിട്ടും. ഉണ്ട്. ഒരു മാതാജി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭാഗവതത്തിന്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അപ്പോൾ ഏതായാലും അത് ഇന്നത്തെ ക്ലാസ് കേട്ടതിനോട് മാതാജി എടുക്കും ഉറപ്പായി. അതെ. ചൈതന്യ സാന്ദ്രവും ഇപ്പൊ എത്രയാ ഭാഗവത്തിന് ഇപ്പൊ കണ്ണൂര് കൊടുക്കുന്നത്? 10,500. നമുക്ക് 10,000 കൊടുക്കാം. പക്ഷെ BBT കൊടുക്കുന്നത് 10,500 ആണ്. ഞാൻ 500 രൂപ കുറച്ച് കൊടുക്കാം, 10,000 കൊടുക്കാം. അപ്പോൾ അത് ഇൻസ്ട്രുമെന്റ് കൊടുക്കാൻ പറ്റുമോ? ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ പറ്റുമോ? ഇൻസ്റ്റാൾമെന്റ് തരാം. പ്രജീഷ് പ്രഭുവിന് ചോദിച്ചാൽ മതി. പ്രജീഷ് പ്രഭുവാണ് അത് ഹാൻഡിൽ ചെയ്തത്, ഞാനല്ല. ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പൊ നമ്മള് 10,000 കൊടുക്കുന്നു പ്രഭു. മലയാളം കുറച്ച് സെറ്റ് ഉണ്ട് ഇവിടെ. മലയാളം കൊടുക്കാം, 10 കൊടുക്കാം. നമുക്ക് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തോളൂ പ്രഭു. ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാലോ നമുക്ക്, അതല്ലേ? അതെ പ്രഭു, അതെ അതെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവരൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഭാഗവതത്തിന്റെ മഹിമ, പിന്നെ നമ്മളത് ചെയ്തതിന്റെ പ്രാധാന്യം, ഇതൊക്കെയല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയൊരു അവസരമല്ലേ. നമുക്ക് 108 പറയുന്നത് ഓരോ വ്യക്തിക്കും. പക്ഷെ നമുക്ക് ഒരു ഭാഗം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഓരോരുത്തരും പ്രതിജ്ഞ എടുത്തിട്ട്, പ്രതിജ്ഞ വെച്ചാൽ നമുക്കല്ലേ നമുക്ക് മുന്നോട്ട് വരിക, നമുക്ക് ഈ ഒരു ഉദ്യമത്തിൽ വായിക്കാൻ നമുക്ക് പറ്റുമോ?
നമുക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സത്സംഗത്തിൽ നിന്ന് എത്ര ഭാഗവതം വരുത്തിക്കാം, അത് നമ്മൾ ഓരോരുത്തരും അതിന്റെ റിസ്ക് ഏറ്റെടുക്കുക. ഒന്നിക്കലും മുഴുവനായിട്ട് നമുക്ക് വാങ്ങിക്കുക, അല്ല നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റിന് കൊടുക്കുക, അല്ലെങ്കിൽ സത്സംഗത്തിൽ നിന്ന് ആ ഒരു സേവ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ രീതിയിൽ നമ്മളത് ഉത്തരവാദിത്തോടെ അവിടെ ആ ക്യാഷ് തിരിച്ച് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എടുക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് അത് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അല്ല പിന്നീട് പറഞ്ഞാൽ മതി. എന്നാലും ഇപ്പൊ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഏത് സ്ഥലത്തായാലും, ഇപ്പൊ കോഴിക്കോട് പയ്യോളി ഉള്ളവരുണ്ട്, തിരുവനന്തപുരം ഉള്ളവരുണ്ട്, ഇവരെ എല്ലാവർക്കും അത് പറയാം. ഇവര് കാരണം മാതാജി അത്ര ലളിതമായ മലയാളത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതും കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും ലളിതമായിട്ട് മാതാജി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എല്ലാവർക്കും. അപ്പൊ നമ്മൾ ആദ്യം പറയാം, ഞാൻ അതിനു വേണ്ടി ശ്രമിക്കാം പ്രഭു മാതാജി. എന്തായാലും ഗുരു മഹാരാജിന്റെയും പ്രഭുപാദിന്റെയും ആ ഒരു സേവ ചെയ്യാനുള്ള അവസരത്തിൽ തീർച്ചയായിട്ടും ഞാനും അതിന് ശ്രമിക്കാം. മുന്നേ നമ്മൾ ഇതുവരെ കൊടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതല്ല, ഇത് മുതലുള്ള 108 ഭാഗവതത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കാം. അതിൽ ഒരു ഭാഗവതങ്ങളും കൊടുക്കാൻ പറ്റിയ വലിയ സന്തോഷം. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി പറഞ്ഞ പ്രകാരം നമ്മൾ ആക്ച്വലി വിചാരിച്ചാൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആക്ച്വലി മാതാജി പറഞ്ഞ പ്രകാരം നമ്മൾ ആദ്യം നമ്മളുടെ റിലേറ്റീവ്സ്, പിന്നെ നമ്മളുടെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടാവുമല്ലോ, കോളേജുകൾ, പിന്നെ നമ്മളെ ഫ്രണ്ട്സ് സർക്കിളില്, കൊളീഗ്സ്, ഇവരിലെല്ലാം താല്പര്യമുള്ള 1-2 വ്യക്തികളെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ മാതാജി പറഞ്ഞ പോലെ നിരന്തരം നമ്മൾ വീണ്ടും വീണ്ടും അവരെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആരെങ്കിലും എന്തായാലും വാങ്ങിക്കും. നമുക്ക് ഓരോ വ്യക്തിക്കും ചെയ്യാവുന്നതാണ്, പേഴ്സണലായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കണ്ണൂർ സെന്ററിനെ കേന്ദ്രീകരിച്ചിട്ട് അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള നമ്മളെ ഇതിനോടുള്ള വെൽവിഷേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെയൊന്നും ശ്രീല പ്രഭുപാദിന്റെ ഭാഗവതം ഉണ്ടാകുന്നില്ല. സോ നമുക്ക് അവരെല്ലാം നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവരെ കണ്ട് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി, നേരിട്ട് ഭാഗവതം തുറന്ന് കാണിച്ചിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് വിചാരിച്ചാൽ കൂടുതൽ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ഒത്തു ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ പറ്റും. ഹരേ കൃഷ്ണ. കാരണം ഇപ്പം മാതാജിന്റെ മഹാത്മ്യം പറഞ്ഞപ്പോൾ വളരെ കൂടുതൽ ചെയ്യണമെന്നുള്ള വലിയൊരു ഇത് തോന്നുന്നു. ഈ മാതാജി പറഞ്ഞ പോലെ നമ്മൾ പുസ്തക വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ശ്രീമദ് ഭാഗവതത്തിന് ഇതുവരെ ഇത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഭഗവത്ഗീതയും കൃഷ്ണ ബുക്കും മറ്റുള്ള ചെറിയ ബുക്സോ ആത്മഗവേഷണം ഇങ്ങനെയുള്ള ബുക്കുകളെല്ലാം നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുത്തില്ല. ഭാഗവതത്തിന്റെ ആ ഒരു ഇതിലേക്ക് ഇത്ര വന്നിട്ടില്ല. ഒന്നാമത് ഇതിന്റെ മെയിൻ കാരണം ഇതന്നെ, അതിന്റെ റേറ്റ് ഇത്ര ആളുകൾ മടിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു വലിയ വിലയാവുമ്പോൾ. അപ്പം ഇപ്പം മാതാജി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് കുറച്ചും കൂടി നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രചോദനം കിട്ടുന്നുണ്ട്. മാതാജി തീർച്ചയായിട്ടും ശ്രമിക്കും. ഹരേ കൃഷ്ണ. പരീഷ് പ്രഭു, നമ്മൾ കുറെ ആൾക്ക് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടുണ്ട് ഭാഗവതം, ഓർമ്മയില്ലേ? മറന്നുപോയോ? അത് കൊടുത്തിട്ടുണ്ട്. അതെ 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 പ്രഭു. നമ്മൾ ഒരുപാട് ഭാഗവതം വിറ്റിട്ടുണ്ട്. കുറച്ചൊന്നല്ല. അപ്പൊ ഇവിടെ നമ്മുടെ ക്ലാസ്സില് രാഘവ പ്രഭുവും പ്രജീഷ് പ്രഭുവും മുന്നോട്ട് വന്ന് പ്ലഡ്ജ് എടുത്തു. തീർച്ചയായിട്ടും അവര് ശ്രമിക്കുന്നുണ്ട്. അവര് തന്നെയാണ് മാതാജി ഇപ്പൊ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ അവരാണ് ചെയ്യുന്നത്. ഇനിയുള്ളവര് മുന്നോട്ട് വരിക. നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ മതി, ബാക്കി ഭഗവാൻ നമ്മളെ സഹായിക്കും. ഹരേ കൃഷ്ണ മാതാജി. ചെയ്യാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളെ റിലേറ്റീവ്സ്, ഫ്രണ്ട് സർക്കിളൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് പോകും. നമ്മള് പ്രാധാന്യം പറഞ്ഞു കൊടുത്താൽ മതി. ഹരേ കൃഷ്ണ. സൂമില് വന്നിട്ടുള്ള എല്ലാരും അതിനുവേണ്ടി ശ്രമിക്കണം. ഇവിടെ ഞാനും ശ്രമിക്കാം. ഹരിബോൾ. പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും, അപ്പോൾ ഇംഗ്ലീഷ് സെറ്റ് കൊടുക്കാം അവർക്ക്. ഓൾറെഡി നമ്മൾ കോൺഗ്രിഗേഷനിലുള്ള ഡിവോട്ടി വീട്ടിൽ പോലെ അവർക്ക് മലയാളം ഉണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. പിന്നെ പ്രഭു ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കുറഞ്ഞിട്ട് കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും 12,000 കൊടുക്കുന്നത്. അപ്പോൾ അതേ ഇതിൽ കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാൾമെൻറ്റ് തരുമല്ലേ, അപ്പോൾ അവർ ഒരു മാസം കൂടി ഇൻസ്റ്റാൾമെൻറ്റ് കൂടുതൽ തരും, അത്രേ ഉള്ളൂ. അപ്പോൾ ലോസായിട്ട് കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല. ഏത് ആൾക്കാർ 10,000 കൊടുത്തിട്ട് ഭാഗത്തും മേടിക്കും, അവർ 12,000 കൊടുത്തിട്ട് മേടിക്കുക, അവർ റെഡി ഉണ്ടായിരിക്കുക. പൈസയിലെല്ലാം മാതാജി നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മാത്രമേ നമ്മൾ ലക്ഷ്യമുള്ളൂ. പൈസ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം അങ്ങനെ ചിന്തയൊന്നുമില്ല മാതാജി. അല്ല, മലയാളം BBT പ്രൈസ് തന്നെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ
ലോസായിട്ട് കൊടുക്കുന്നത് പ്രഭുവിന് ബുദ്ധിമുട്ടല്ല. അപ്പോൾ നമ്മൾ ലോസായിട്ട് കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റാൾമെൻറ്റ് തരുന്നത് തന്നെ അത് മതി. അത് വളരെ ബ്ലെസ്സിങ് ആയിരിക്കും എല്ലാവർക്കും. എത്ര ടെമ്പിളിൽ ഇൻസ്റ്റാൾമെൻറ്റ് തരുന്നില്ല, അപ്പോൾ പ്രഭു അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് തരുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതി. അപ്പോൾ എല്ലാ ഡിവോട്ടീസ് ഇത്ര ഒരു കോപ്പറേറ്റീവ് ടെമ്പിൾ പ്രസിഡൻ്റ് ആയതുകൊണ്ട് എല്ലാ ഡിവോട്ടീസ് സീരിയസ് ആയിട്ട് എടുക്കണം. എല്ലാ ടെമ്പിളിലും ഇൻസ്റ്റാൾമെൻറ്റ് തരുന്നില്ല, പ്രഭു ആ ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാ ഡിവോട്ടീസ് സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ കണ്ണൂരിൽ ഒരുപാട് ആൾക്കാർ ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിലുണ്ട് ഇപ്പോഴും. അതായത് പ്രജീഷ് പ്രഭുവിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. രാഘവ ചൈതന്യ, ശ്യാം സുന്ദർ ഗൗര, നീതു മുകുന്ദൻ, അവരൊക്കെ ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാം നന്നായി സഹകരിക്കുന്നുണ്ട് അവരെ ബുക്ക് ഡിസ്ട്രിബ്യൂഷനായിട്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. അവരൊന്നും കൂടെ മനസ്സ് വെച്ചാൽ ഇതിൽ കൂടുതൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്നില്ല ഉറപ്പ് എനിക്കുണ്ട്. ഒരു വീട്ടിൽ യെസ് പ്രഭു, ഒരു വീട്ടിൽ 2 ഭാഗത്തും സെറ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാ വീട്ടിലും കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും, അപ്പോൾ ഒരു ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കും, മലയാളം അത്രയ്ക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. എത്ര ആൾക്കാർ പുറത്തെ കർമ്മികൾ പോലെ നമ്മളെ അടുത്ത കന്നഡ ഇംഗ്ലീഷ് 2 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഭാഗവതം വായിക്കാൻ പറ്റും. മലയാളം മാത്രം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ വായിക്കില്ല. പ്രഭുപാദ് പറയുന്നതാണ് പ്രീഫേസിൽ ഇറ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടികൾ ഭാഗവതം വായിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്? പ്രീഫേസിൽ പ്രഭുപാദ് പറയുന്നതാണ് ഇത് ഇറ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓൾ സ്കൂൾസ് ആൻഡ് കോളേജസ്. അപ്പോൾ എല്ലാ സ്കൂളിൽ കോളേജിൽ ഇത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം ഭാഗവതം, അങ്ങനെ പ്രഭുപാദ് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിവോട്ടീസ് വീട്ടിൽ പോലെ കുട്ടികൾ ചിലപ്പോൾ വായിക്കില്ല, അവിടെ ഇംഗ്ലീഷ് സെറ്റ് ഉണ്ടാവില്ല, പിന്നെ അത്രയ്ക്ക് വായിക്കണം, അങ്ങനെ കൂടുതൽ പ്രഷറായിട്ട് ആരും പറയുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ് സെറ്റ് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്താൽ കൂടുതൽ നമ്മൾ അവർ ബർത്ത്ഡേന് ഗിഫ്റ്റ് ചെയ്യണം, അങ്ങനെ പേരൻസിന് പറയാം. അപ്പോൾ പേരൻസ് ഓരോരോ 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾക്ക് 2 ഇംഗ്ലീഷ് സെറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോൺഗ്രിഗേഷനിൽ തന്നെ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. 44 വോള്യൂം ഭാഗത്തും കിട്ടും ഇംഗ്ലീഷിൽ. അപ്പോൾ അത് ഓരോരോ വീട്ടിൽ 2 ഭാഗത്തും എത്തിയാൽ പിന്നെ നമുക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ലാംഗ്വേജിലുള്ളപ്പോൾ ആ ലാംഗ്വേജ് ആർക്ക് കംഫർട്ടബിൾ ഉണ്ടാവും അവർ മാത്രം വായിക്കും, പിന്നെ കുട്ടികളെല്ലാം വായിക്കില്ല. അപ്പോൾ ഇംഗ്ലീഷ് പിന്നെ മലയാളം 2 ലാംഗ്വേജിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മുടെ ഇംഗ്ലീഷും ഉണ്ട്, മലയാളം ഉണ്ട്. ഹരേ കൃഷ്ണ മാതാജി, 44 വോള്യം അത് എങ്ങനെയാണ് മാതാജി? കുട്ടികൾക്കായിട്ടുള്ളതാണോ അത്? അങ്ങനെയൊന്നുമല്ല, സെയിം പ്രഭുപാദയുടെ ഭാഗത്തും തന്നെയാണ്. പ്രഭുപാദ് ഫസ്റ്റ് ടൈം പോകുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ പോകുമ്പോൾ ഒരു ഫസ്റ്റ് ക്യാൻറ്റോ 3 ബുക്കായിട്ടല്ലേ ഇത് ചെയ്തത്, പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ അതേ സീരീസിൽ വരുന്നതാണ് ഫുള്ള്. അപ്പോൾ ആ സീരീസിൽ തന്നെ ഫസ്റ്റ് ക്യാൻറ്റോ 3 പിന്നെ രണ്ടാമത്തെ ക്യാൻറ്റോ അങ്ങനെ കുറേ ചെറിയ ബുക്കായിട്ട് വരുന്നതാണ്. പിന്നെ അതിൽ കൂടുതൽ പിക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ 44 വോള്യൂംസ് ആയിട്ട് വരുമ്പോൾ കൂടുതൽ പിക്ചേഴ്സ് ഉണ്ടാവും കുട്ടികൾ. പിന്നെ നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. ഇപ്പോൾ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. 44 വോള്യൂമിൻ്റെ കുറേ നമ്മൾ പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഷെയർ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് അത് ചെറിയ ബുക്ക് കാണുമ്പോൾ അത്ര പേടി വരില്ല. വലിയ ബുക്ക് നോക്കുമ്പോൾ പേരൻസ് തന്നെ പറയാം ഇത്ര വലിയ ബുക്ക് കുട്ടി എങ്ങനെ പഠിക്കുക, അങ്ങനെ. ഇത് ചെറിയ ബുക്കാകുമ്പോൾ അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഇത് ഗിഫ്റ്റായിട്ട് തരുമ്പോൾ ഇത് നിങ്ങൾ ഭാഗവതമാണ് അങ്ങനെ നമ്മൾ പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വരും. കുറേ പേരൻസ് പറഞ്ഞിട്ടുണ്ട് ഡിവോട്ടീസ്, ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും നമ്മളിങ്ങനെ നമ്മുടെ ഭാഗവതം ക്യാരി ചെയ്യും, ഞാൻ വായിക്കുന്നത്. അതേപോലെ എൻ്റെ കുട്ടി അവളുടെ ബുക്ക് അങ്ങനെ കൊണ്ടുപോവാണ്, എവിടെ പോവുകയാണെങ്കിലും ഇരുന്നിട്ട് വായിക്കുകയാണ്, അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് വരും. ഭാഗവതത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ്, പ്രഭുപാദരുടെ കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ കുറേ ആൾക്കാർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ അവർ മേടിക്കും. ഒരു പ്രാവശ്യം BBTയിൽ 44 വോള്യൂം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. നമ്മൾ അത്ര പ്രൊമോട്ട് ചെയ്തിട്ട് 44 വോള്യൂം കുറേ വർഷങ്ങൾ തൊട്ട് ബോംബെ BBTയിൽ 44 വോള്യൂം പ്രിൻറ്റിങ് ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത് നോക്കിയിട്ട് പിന്നെ അവർ പിന്നെ പ്രിൻറ്റിങ് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ 44 വോള്യൂം പ്രിൻറ്റിങ്ങിലുണ്ട്, 18 വോള്യൂമും ഉണ്ട്.
18 വോള്യൂം ഇംഗ്ലീഷ് ഉണ്ട്, 44 വോള്യൂം ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 ഭാഗത്തും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. മാതാജി പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പ് ഇപ്പം 47 50 അപ്പം എല്ലാവരും നമ്മുടെ ചൈതന്യ സ്ഥാപനവും നമ്മുടെ പ്രസിഡന്റ് നമുക്ക് ഇൻസ്ട്രുമെന്റ് തരാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമില്ല. ഇപ്പൊ നേരത്തെ മാതാജി പറഞ്ഞ പോലെ നമ്മുടെ പൊന്ന് സ്വർണ്ണമൊന്നും പണയം വെച്ച് നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവെക്കണ്ട. അപ്പോൾ നമ്മുടെ സത്സംഗത്തിന് തരുന്നുണ്ടല്ലോ, ഒരു മിനിമം ഒരു 5 ഭാഗം സെറ്റ് ഓരോരുത്തരും അത് ഓർഡർ ചെയ്യാം അവരെ പേരിൽ. എന്നിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ, അടുത്ത മണിക്കൂറുകളിൽ തന്നെ അതിന്റെ പ്രചരണത്തിന് വേണ്ടി തയ്യാറാവുക. അങ്ങനെയാണ് നമ്മൾ ഇതിലിരിക്കുന്നവരെല്ലാം ചെയ്യേണ്ടത്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പോ ഇതിലിരിക്കുന്നവരെല്ലാവരും അതൊന്ന് പറയുകയാണെങ്കിലും ചൈതന്യ സാവ് പ്രഭുവിനെ അത് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഓർഡർ കൊടുക്കാൻ പറ്റുമല്ലോ. ഇത്ര ഭാഗവതം ഒരു വലിയ കാര്യമാണ്. ഒരു സത്സംഗത്തെ സംബന്ധിച്ചും അതൊരു വലിയൊരു പുതിയൊരു ആത്മീയ തുടക്കമായി മാറും നമ്മുടെ സത്സംഗത്തിന്. നേരത്തെ മാതാജി പറഞ്ഞ പോലെ വീട്ടില് ഭാഗവതം ഉണ്ടാകുമ്പോൾ ആ വീട്ടിലൊരു പ്രത്യേക പോലെ ഇതുപോലെ നമുക്കത് തുടക്കമായിരിക്കട്ടെ. അപ്പോൾ ഇതിലിരിക്കുന്ന 1 2 3 പേര് 4 പേരെ പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാവരും പറയാം. നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 108 എത്തുമോ എത്തൂല്ല, അത് ഭഗവാനും ഗുരുവും തീരുമാനിക്കുന്നതാണ്. നമ്മുടെ ഒരാളുടെയും നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്, ഒരിക്കലുമല്ല നമ്മുടെ കഴിവല്ല, മറിച്ച് നമ്മൾ പ്രഭുപാദനോടുള്ള പ്രാർത്ഥനയില്ല, അവരുടെ കാരുണ്യം കൊണ്ടാണ്. അപ്പൊ നമുക്ക് അതിനോട് മാത്രം ചെയ്താൽ മതി. എത്ര പറ്റിയാലും പറ്റിയില്ലേലും നിങ്ങൾ ചെയ്യുന്ന ആ എഫേർട്ടാണ് വലുത്. ഓരോരുത്തരും ചെയ്യുക. അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ച് സത്സംഗത്തിന് ഏൽപ്പിക്കാം, വിഷമിക്കണ്ട. അപ്പോ എല്ലാവരും ഒന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ്, അല്ലെങ്കിൽ മടിയുണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞാൽ മതി. ഹരേ കൃഷ്ണ പ്രഭുജി മാതാജി. ഞാനും എൻ്റെ മാക്സിമം ശ്രമിക്കാം. ഒരു സെറ്റെങ്കിലും എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാനും ആ സേവയിൽ ഏർപ്പെടാം മാതാജി. ഹരേ കൃഷ്ണ. ഹരി ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നീതു മാതാജി, പ്രജീഷ് പ്രഭു, രാഘവ് പ്രഭു, ഹേമലത മാതാജി, ശ്യാമ രാധിക, ദേവിദാസി മാതാജി, ഇനിയും മുന്നോട്ട് വരാം. നമുക്ക് എല്ലാരെയും കൊണ്ട് പറ്റും. അത് എന്നിലൂടെ എനിക്ക് മനസ്സിലായി. നമ്മളൊന്ന് ഇറങ്ങിയാൽ മതി, ഇത് സാധിക്കുമെന്ന് എനിക്ക് പ്രാക്ടിക്കലി മനസ്സിലായതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ആ ഗുരുവിന്റെ മേഴ്സി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഗുരുവിന്റെ പ്രേരണയിലൂടെ നമുക്ക് കൂടുതൽ ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒന്നും നമ്മളുടെ അല്ല, എല്ലാം ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഗുരുവിന്റെ കാരുണ്യം തന്നെയാണ്. ഹരേ കൃഷ്ണ. ശ്യാമരാധിക ദേവിദാസ് മാതാജി ഓൾറെഡി നമ്മൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിവിഷനിൽ സേവ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ചെയ്യുന്നുണ്ട്. മാതാജിയും നീതു മാതാജിയാണല്ലേ പുതിയതായിട്ട് വന്നത്? നീതു എല്ലാ ബുക്ക് ഡിസ്ട്രിബ്യൂഷനും നീതു ഉണ്ടാവും ഇതിൽ. ഹരേ കൃഷ്ണ. ഇതിൽ കണ്ണൂരിലെ എല്ലാ മാതാജിമാരും എല്ലാ പ്രഭുക്കന്മാരും ഇതിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷനിലുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഭാഗവതത്തിന് കുറച്ചുകൂടെ സ്ട്രെസ് എടുത്ത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ പ്രഭുവിനെ സഹായിക്കാം. അതാരാണാവോ മനസ്സിലായില്ല. ശരണ്യ മാതാജി. ശരണ്യ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെ നമ്മുടെ പ്രഭുപാദ് വാണിയും പറ്റുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അതാകുമ്പോ നമുക്ക് അതില് 108 ഐഡിയാസ് ഉണ്ട്. പിന്നെ പ്രീച്ചിങ് മീൻസ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, അത് നമുക്ക് കോൺഗ്രിഗേഷനിൽ വാങ്ങിക്കാം. അപ്പൊ അവിടെ നമുക്ക് റെഫറൻസ് കിട്ടും. പിന്നെ പ്രഭുപാദയുടെ ലെക്ചേഴ്സ്, ഈ 2300 ലെക്ചേഴ്സ് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ എല്ലാം അതിനകത്തുണ്ട്. ഫുൾ ലെക്ചേഴ്സ് നമ്മൾ ഫോണിലാകുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യണം, ഈ ലെക്ചർ എവിടെ, ആ ലെക്ചർ, ഇതൊന്നും വേണ്ട. ഇതെല്ലാം അത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. കോഡ്ലെസ് ആണ്. അത് എൻ്റെ കയ്യില് വണ്ടിയിലായിപ്പോയി. വണ്ടി എടുത്തോണ്ട് പോയോണ്ട് കൈ കിട്ടിയില്ല, അല്ലെ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നേനെ. ഇപ്പൊ മാതാജി പറയായിരുന്നു, മാതാജിയുടെ റൂമിലുണ്ട്, വണ്ടിയിൽ വേറെ ഉണ്ട്.
പല സ്ഥലത്തും പലത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ, അതാണ്. അപ്പൊ മാതാജി അപ്പൊ അത് ചെയ്ത് നമുക്ക് എവിടെ പോയാലും കയ്യില് പ്രഭാതവാണി ഉണ്ടാവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഭാഗവതം സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഇസ്കോൺ കണ്ണൂർ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഹരേ കൃഷ്ണ. എന്തായാലും കണ്ണൂരില് ഇതുപോലെ ടെമ്പിള് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ എല്ലാവർക്കും ഒരു ഫേവറബിൾ ആണല്ലേ. ബാക്കി ടെമ്പിൾസ് അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ ഗൃഹസ്ഥ ഡിവോട്ടീസ് ആണ് അതിന്റെ ഇത് ഏറ്റെടുക്കുന്നത്. അപ്പം എന്തായാലും പ്രഭു അത്രയും ഇത് നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? നേരത്തെ ചെയ്യുന്നുണ്ട്. ചെയ്തോളുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യട്ടെ. നമുക്ക് 108 ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് 1 ഇയറിൽ വേണം എന്നാണ് മാതാജി ടാർജറ്റ് പറഞ്ഞത്. അപ്പോ കണ്ണൂരിന്റെ ടോട്ടൽ ടാർജറ്റ് എത്രയാണ് പ്രഭു പറയുന്നത് ഈ ഒരു 1 ഇയറില്? അത് പ്രജീഷ് പ്രഭു പറയണത് ആൻസർ, ഞാനല്ല. ജസ്റ്റ് നമുക്കൊരു പ്ലഡ്ജ് ആയിട്ട് പറയാം പ്രഭു. ടോട്ടൽ ടാർജറ്റ് കണ്ണൂര് ഈ ഒരു 1 ഇയർ കൊണ്ട് നമുക്ക് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഹരേ കൃഷ്ണ. പ്രജീഷ് പ്രഭു ഇപ്പൊ വരുന്നുണ്ടല്ലോ വ്യാസപൂജ, ഇപ്പം ഒരാഴ്ച കഴിയുമ്പോ വരും. ഈ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി. മാതാജി നമ്മള് മാക്സിമം ട്രൈ ചെയ്യും. മാതാജി ടാർഗറ്റ് എത്ര വരെ പറയാൻ പറ്റും? വിത്തിൻ 1 ഇയർ അല്ലേ? വിത്തിൻ 1 ഇയർ. മാതാജി ചോദിക്കുന്നത് ഈ ആഴ്ച എത്ര ചെയ്യും ഞാൻ ചോദിക്കുന്നു മാതാജി. അതാ വ്യാസപൂജ വരുമ്പോൾ എത്ര ചെയ്യാൻ പറ്റും? നമുക്ക് 29th ആണ് വ്യാസപൂജ ഗുരുമഹാരാജിന് സമർപ്പിക്കാനായിട്ട്. നമ്മൾ തിങ്ക് ബിഗ് എന്നാണ് പ്രഭാതർ പറഞ്ഞിട്ടുള്ളത്. തിങ്ക് ബിഗ്, ടാക്സ് യുവർ ബ്രെയിൻ. ഇതാ പ്രഭാതയുടെ കോട്സ് ആണ്. നമ്മൾ മാക്സിമം വലിയത് ചിന്തിച്ചാല് തീർച്ചയായിട്ടും പ്രഭാത നമ്മളെ സഹായിക്കും. അപ്പൊ എന്റെ മുമ്പിലും എനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. ഞാൻ അതിലെത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി 1 വീക്ക് കൂടെ ഉള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുന്നു. പിന്നെ പ്രഭാതോട് പ്രാർത്ഥിച്ച് നമ്മൾ അതിന് ശ്രമിക്കുകയാണ്. ജസ്റ്റ് പറഞ്ഞോളൂ. മാതാജി ഒരാഴ്ചയിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ ഓൾറെഡി ഞാൻ അക്കൗണ്ട്സിന്റെ ചെറിയൊരു സേവയിലും ഇതായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ ഇതിലേക്ക് കാര്യമായിട്ട് ചെയ്യണില്ലേ. അത് മീൻസ് അതിന്റെ ഒരുമിച്ച് തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. 1-2 ഗ്രൂപ്പില്. അടുത്ത വ്യാസപൂജത്തിന് ടാർഗറ്റ് കൊടുത്താൽ മതി മാതാജി. അടുത്ത വർഷത്തിൽ രാഘവ ചൈതന്യ അടുത്ത വ്യാസപൂജ പറയൂ. നമുക്ക് ടാർഗറ്റ് കൊടുക്കൂ. ഈ ഒരാഴ്ച കൊണ്ട് 100 ഭാഗവതം കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നമ്മൾ അങ്ങനെ വെക്കാം. അപ്പൊ നമുക്ക് ഒന്നെങ്കിലും കൊടുക്കാൻ പറ്റും. 100 കൊടുക്കാൻ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ഇന്ന് മുതൽ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യും വ്യാസപൂജ കൊണ്ട്. പിന്നെ അടുത്ത വർഷത്തേക്ക് നമുക്കൊരു 108 നമുക്ക് വെക്കണം. 108 നമ്മൾ എന്തായാലും അതിനിടയിൽ ഒരു വ്യക്തി 108 വെക്കണം. അപ്പൊ 1000 വെക്കേണ്ടി വരും നമ്മൾ, അല്ലേ? 100 ഭക്തന്മാരെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ ഇസ്കോൺ കണ്ണൂർ ഒരു ടെമ്പിൾ ആയിട്ടൊക്കെ വരുന്ന, അപ്പോ അതിനുള്ള ഒരു പ്രചോദനം ആവട്ടെ. അത്രയും ഭക്തന്മാര് നമ്മുടെ ടെമ്പിളിലാവും, ഭക്ത കുടുംബം നമുക്കാവും. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. പ്രജീഷ് പ്രഭു പറഞ്ഞ പോലെ നമ്മൾ ശ്രമിക്കാം മാതാജി, ഉറപ്പായിട്ടും. ശ്യാം സുന്ദർ ഗൗര മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ശ്യാം സുന്ദർ ഗൗര ഒന്നും പറയാതിരിക്കുന്നുണ്ട് അവിടെ. പ്രേമാഞ്ചന. കൃഷ്ണ. പ്രഭുജി, ഞാനൊന്നും പറയാതെ നമ്മളെല്ലാവരും ഈ ഒരു ഉദ്യമത്തില് കൈകോർത്ത് നിൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിയുന്നത് ചെയ്യാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മളിപ്പം എല്ലാ കാര്യത്തിലും സഹകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ നടക്കും പ്രഭു. നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. കണ്ണൂരായിരിക്കും ഫസ്റ്റ് അല്ലേ? 1000
ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ടാർഗറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും 108 നമ്മൾ തിങ്ക് ബിഗ് എന്നാണ്. അപ്പം ബാക്കി നമ്മൾ പ്രയത്നിക്കുക പ്രഭുപാദയുടെ നമുക്ക് ആ കാര്യം. അടുത്ത കൊല്ലം മുതൽ നമുക്ക് 108ലേക്ക് കിടക്കാൻ ശ്രമിക്കാൻ പാടില്ല. പ്രാവശ്യം ഓൾറെഡി ഇപ്പൊ നമ്മള് 3 മാസം കഴിഞ്ഞുവല്ലോ, കഴിയാൻ പോവാണ്. ആ അതായത് അടുത്ത ഈ ഒരു ഇപ്പൊ മാർച്ച് നമ്മള് ഈ വർഷം നമുക്ക് കഴിയുന്നത്ര നമ്മൾ ശ്രമിക്കാം. അപ്പൊ അടുത്ത വർഷം നമ്മൾ 108ലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. അതെ അതെ. അപ്പൊ അതായത് നെക്സ്റ്റ് വ്യാസപൂജ വരുമ്പോഴത്തേക്കും അടുത്ത മാർച്ച് ആ സമയം വരുമല്ലോ. അപ്പോഴേക്കും നമുക്ക് ആ ഒരു ടാർഗറ്റ് അത് നമുക്ക് വ്യാസപൂജയ്ക്ക് പിന്നെ നമ്മളിപ്പോഴേ ആണെങ്കിൽ കണ്ണൂരിൽ ടെമ്പിൾ ഉണ്ടാക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് നമ്മൾ ഉള്ളത് പറഞ്ഞത്. ആ ഇപ്പൊ ടെമ്പിളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ആ ടെമ്പിളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ്. പിന്നെ ടെമ്പിൾ ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടുതൽ നന്നായി ചെയ്യാൻ സാധിക്കുക. അപ്പൊ ആ രണ്ടും ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ച് നമ്മൾ പിന്നോട്ടായിരിക്കും. കാരണം നമ്മൾ അതും നമ്മൾ ഈ ധനസമ്പാദനമാണല്ലോ അതിന്റെ മുഖ്യ കാര്യം. അതുകൊണ്ടാണ് പ്രഭാതയുടെ ഒരു കോട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു പോലും. നമ്മൾ സ്പിരിച്വൽ ഇതെല്ലാം സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കും, പാരലായിട്ട് നടക്കുമ്പോൾ ഇപ്പുറത്ത് ടെമ്പിൾ തീർച്ചയായിട്ടും വരും. ഓക്കെ. മാതാജി ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നവർക്ക് വളരെ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഏത് ആൾക്കാർ ഒരു 10,000 മിനിമം 12,000 ആറ് തരും, ഡൊണേഷൻ തരും അമ്പലത്തിന്, അവർക്ക് ഭാഗവതം ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ നമ്മൾ എത്രയോ ടെമ്പിളിൽ പുഷ് ചെയ്തിട്ട് ടെമ്പിൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തിലാണ് കൂടുതൽ ഭാഗവതം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പോൾ അത് വളരെ ഈസി മെത്തേഡാണ്. അപ്പോൾ ഞാൻ വായിക്കില്ല, എനിക്ക് സമയമില്ല, ഇങ്ങനെയെല്ലാം കുറേയൊക്കെ പറയുമല്ലോ. അപ്പോൾ നമ്മൾ ടെമ്പിളിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കണം, അങ്ങനെ പറഞ്ഞിട്ട് ഭാഗവതം കൊടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയാണ്. അവിടെ ഡൊണേഷൻ മീൻസ് ഈസി ആയിട്ട് ഭാഗവതം അവർ എടുക്കും. ടെമ്പിൾ കൺസ്ട്രക്ഷൻ എന്തായാലും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതേ ഇതിലുള്ള പേരിൽ നമ്മൾ കൂടുതൽ ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പറഞ്ഞാൽ മാതാജി, എനിക്ക് മനസ്സിലായില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞത് ടെമ്പിൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. കാരണം ടെമ്പിളിന് ഡൊണേഷൻ ആയിട്ട് ഒരു 12,000 രൂപ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ഭാഗവതം കൊടുക്കാമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ കൂടുതൽ ഡൊണേഷൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ടെമ്പിൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴുമാണ്. ഇവിടെ ഒരു ഹോട്ടൽ ഓണർ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ. എനിക്ക് അവർ ആരാണ് എനിക്ക് അറിയില്ല, അവർക്ക് ഞാൻ ആരാണ് അറിയില്ല. ഒരു 2 വർഷം മുമ്പ് ഐസിസ് ടെമ്പിൾ ബാംഗ്ലൂരിൽ കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു. ആ സമയത്തിൽ ആരോ അവരുടെ നമ്പർ തന്നു എനിക്ക്. ഞാൻ ആ നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ കേട്ടു, നിങ്ങൾ വളരെ ധാർമ്മിക വ്യക്തിയാണ്, അപ്പോൾ നമ്മൾ ഒരു അമ്പലം ഉണ്ടാക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ, അപ്പോൾ അമ്പലത്തിന് എന്തായാലും ഡൊണേഷൻ കൊടുക്കണം അങ്ങനെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, നമ്മളിവിടെ അടുത്തെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അടുത്ത നടക്കുന്ന അമ്പലത്തിൽ കൊടുക്കുവാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിനിമം 8,500 ആറ് തരും മിനിമം ഡൊണേഷൻ. അവർക്ക് എല്ലാവർക്കും ഭാഗത്തും അവർ കൊടുക്കുന്നുണ്ടോ, അപ്പോൾ അറ്റ്ലീസ്റ്റ് 8,500 തരണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചു, ശരി എനിക്ക് അക്കൗണ്ട് സെൻഡ് ചെയ്താൽ മതി. ഞാൻ ടെമ്പിൾ അക്കൗണ്ട് സെൻഡ് ചെയ്തു. അപ്പോൾ ആൾ 8,500 ഡൊണേഷൻ കൊടുത്തു. പിന്നെ നമ്മൾ ഭാഗവതം സെൻഡ് ചെയ്തു. അപ്പോൾ ആൾ വിളിച്ചിട്ട്, ഞാൻ 8,500 അത്രേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ ഇത്ര വലിയ ബോക്സ് ഇത് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു. വളരെ സന്തോഷമായി ആൾക്ക്. പിന്നെ ഞാൻ പറഞ്ഞു, അത് സാധാരണ ബുക്കല്ല, അത് ഭാഗവതം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് വരുന്നത്, അപ്പോൾ വായിക്കണം. വളരെ സന്തോഷമായി ആൾ. അപ്പോൾ നമ്മൾ ഏത് ടെമ്പിൾ കൺസ്ട്രക്ഷൻ നടക്കുവാണെങ്കിലും ഇത് ഒരു വലിയ ഇതാണ്. പിന്നെ നമ്മൾ 12,000 അങ്ങനെ ചോദിക്കുന്ന ആവശ്യമൊന്നുമില്ല, 15,000 പറയാം. മിനിമം 15,000 ആരെ തരും, അവർക്ക് ഭാഗവതം കിട്ടും. ഇതൊരു നമ്മൾ അമ്പലത്തിന് ഒരു ഡൊണേഷനായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഭാഗവതം വീട്ടിലേക്ക് വരും. ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ആൾക്കാർ എടുക്കും. അപ്പോൾ അത് ട്രൈ ചെയ്യാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ശരി കൃഷ്ണ. മാതാജി. അത് ചൈതന്യ പ്രഭു അങ്ങനെ കേട്ടു. ഞാൻ കേട്ടു. അതിനുവേണ്ടി പരിശ്രമിക്കും.
അത് കുറച്ച് ആൾക്കാർക്ക് നല്ലൊരു കൊടുക്കാൻ സജഷൻ പറ്റും. ആണ്. നല്ലൊരു സജഷൻ. 12,000 കൊടുത്തു കഴിഞ്ഞാൽ ഡൊണേഷനും അതുപോലെ അവർക്ക് ഭാഗം സെറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ സഹകരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ മാതാജി. ഇപ്പൊ സപ്പോസ് നമ്മളൊരു ഭാഗവതത്തിന്റെ കോസ്റ്റ് കറന്റ് 10,000 ആണ്. പിന്നെ അതിന് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കേണ്ടി വരിക? പിന്നെ 5,000 ഡൊണേഷൻ ആയിട്ടാണ്, അതായത് 10,000 ഭാഗവതത്തിന്റെ കോസ്റ്റ് കഴിഞ്ഞിട്ട് ഉള്ള അഡീഷണൽ ആയിട്ടുള്ള 5,000 ഡൊണേഷൻ ആയിട്ട് കാണിക്കുമോ? അങ്ങനെയാ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ നമുക്ക് സംസാരിക്കാം, ഇന്റേണലി സംസാരിക്കാം. അത് വർക്ക് ചെയ്യാൻ പറ്റും, അത് വലിയ പ്രശ്നമൊന്നുമില്ല. പ്രഭു പറയും. കാരണം നമുക്ക് 7:40 വരെ സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് വേറെ ക്ലാസ് തുടങ്ങാനുണ്ട്. നമ്മള് ക്ലാസ് തുടങ്ങേണ്ട സമയമായി 7:40 കഴിയുമ്പോൾ 45 വേറെ ക്ലാസ് ആൾക്കാർ ഇത്രയൊക്കെ തുടങ്ങേണ്ടതാണ്. ഹരേ കൃഷ്ണ മാതാജി. വളരെ ലളിതമായ രീതിയിൽ മാതാജി അവതരിപ്പിച്ചിട്ടുണ്ട് സംഗതിയൊക്കെ. വളരെ നന്നായിട്ടുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഒരുപാട് നന്ദിയുണ്ട്. विष्णु वृंद की जय, श्रीला प्रभुपाद की जय, गुरु महाराज की जय, लोक प्रेमानंद हरे हरि हरि बोल. कृष्णा. थैंक यू ISKCON Kannur. Jana Mataji, thank you. Hare Krishna.